കുറച്ചും കൂടെ ഒന്ന് ശബ്ദമുയർത്തിയ ഒരു ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ, ഇതൊരു ആക്രോശമല്ല, അപേക്ഷയായിട്ട് കണ്ടാൽ മതി. പ്രത്യേകിച്ച് ആ സൈഡിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലെ ചെയറൊന്ന് ഫില്ല് ചെയ്തിരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ അച്ഛന്മാർ ആരെങ്കിലും ഒന്ന് പറ്റുമെങ്കിൽ, ആരെയും വഴക്ക് പിടിച്ച് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കരുത്. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കയറിയിരുന്ന്, നമുക്ക് പറ്റുന്നവർ മാത്രം. എന്നെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് ആരും കയറിയിരിക്കരുത്, സന്തോഷത്തോടെ ഇരിക്കണം പറ്റുന്നിടത്തോളം. ഹല്ലേലൂയ. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിച്ചാണ് ഞാൻ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. വേദപുസ്തകം കയ്യിലുള്ളവർ ആ വാക്യമൊന്ന് എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒരല്പസമയം ദൈവവചനം ചിന്തിക്കാൻ സമയമെടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ എനിക്ക് ഒന്ന് മൈക്കിലൂടെ ആരെങ്കിലും ഒന്ന് വായിച്ചു തരാൻ പറ്റുമോ? 2-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യം. യഹൂദന്മാരുടെ പെസക സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അടുത്ത വാക്യം. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അവിടം വരെ വായിപ്പിച്ച് നിർത്തുകയാണ്. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത്. ഞാൻ ആ വാക്ക് ഒന്നുകൂടെ പറയുകയാണ്. ഇത് സുവിശേഷ യോഗമാണെന്ന് എനിക്കറിയാം. ഞാൻ ഉയർത്തുന്നത് യേശുവിനെയാണ്, ഞാൻ ഉയർത്തുന്നത് ക്രൂശാണ്. ഈ വാക്യത്തിനകത്തുള്ള ദൂതുകളിലേക്ക് പോകുകയാണ്. യെരുശലേം ദേവാലയത്തിനകത്തോട്ട് കയറിയേച്ച് 2-2.5 ലക്ഷം ആളുകൾ കൂടി നിൽക്കുന്ന, 10,000 യാഗമൃഗങ്ങൾ നിൽക്കുന്ന, 14,600 പാട്ടുകാർ നിൽക്കുന്ന, 15,000 പുരോഹിതന്മാർ നിൽക്കുന്ന, നിർമ്മല സാമ്പ്രാണിയും ഗുൽഗുലുവും ഗോമേതകവും നറുംപശയും കത്തിപ്പുകഞ്ഞ് സുഗന്ധം വമിക്കുന്ന, ആമേൻ, 100 ആളുകൾ ആർത്തിയോടെ ഓടിക്കയറുന്ന, ഓരോ മിനിറ്റിലും മൃഗങ്ങളുടെ കഴുത്തറുത്ത് തോലുരിച്ച് യാഗം നടത്തുന്ന യെരുശലേം ദേവാലയത്തിന് നടുക്കോട്ട് കയറിയേച്ച് ആലയമുണ്ടായ സമയം മുതൽ ആദ്യമായിട്ട് ഒരാൾ പറയുന്ന വാക്ക, ഇതെന്റെ അപ്പൻ്റെയാണ്, ഇതെന്റെ പിതാവിൻ്റെ ആലയമാണ്, ഇത് നിങ്ങൾ വാണിഭശാലയാക്കരുത്. കണ്ണുകൾ അടച്ചു ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇടത്തും വലത്തും നോക്കാതെ ഒന്ന് സ്തോത്രം ചെയ്ത് ഈ കുമളി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പ്രാണൻ നൽകിയ യേശുവിനെ ആരാധിപ്പാൻ ആയുസ്സോടെ ആരോഗ്യത്തോടെ പണക്കൊഴുപ്പ് കൊണ്ട് നടത്തുന്ന യോഗമല്ല ഇതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് രാത്രി പട്ടണത്തിൻ്റെ നടുക്ക് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്താൻ എല്ലാ തരങ്ങളും തുറന്ന് കർത്തൃദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് കരമടിച്ചൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇടത്തും വലത്തും നോക്കാതെ ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആരാധന അഭിനയമായി മാറരുത്, ഇതൊരനുഭവമായി തിളച്ചു പൊങ്ങട്ടെ. ഇരുട്ടിന്റെ വാദഗതികൾ, പൈശാചിക മണ്ഡലങ്ങൾ, പാതാള ഗോപുരത്തിന്റെ താഴികക്കുടങ്ങൾ, അധർമ്മ മണ്ഡലത്തിന്റെ വേലിയേറ്റങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർക്കപ്പെടട്ടെ. പട്ടണത്തെ കേറി പിടിച്ച പാപത്തിന്റെ നീരാളിപ്പിടുത്തങ്ങൾ, ശാപത്തിന്റെ അഴുക്കുചാലുകൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകാൻ, കൈക്ക് ആരോഗ്യമുള്ളവര്, തൊണ്ടക്കുടിയിൽ ശബ്ദമുള്ളവര്, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഒളിത്താവളത്തിലല്ല പരസ്യ സ്ഥലത്താകയാൽ കടന്നു പോകുന്നവർ തലകുലുക്കി അപമാനിക്കാൻ പാകത്തിന് സ്വരൂപം വിരൂപമായി പെരുവഴിയോരത്ത് അവൻ നിനക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഈ പട്ടണത്തിന്റെ തുറന്ന സ്ഥലത്ത് യേശുവിനെ ആരാധിക്കാൻ അന്തരാത്മാവിൽ ആവേശമുള്ള ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷ പറഞ്ഞ്
ഇടത്തും വലത്തും നോക്കാതെ ആരാധിക്ക്. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ ആരാധിക്ക്. ആരാധന ഇടത്തോട്ടല്ല, ആരാധന വലത്തോട്ടല്ല, ആരാധന ഭൂമിക്കടിയിലേക്കല്ല, ആരാധന സ്വർഗത്തിലേക്ക് പോകുകയാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന യാഗപീഠത്തിന്റെ പുകയോടുകൂടെ ഉയരത്തിലേക്ക് കയറട്ടെ. ഓ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ലൻ ഹൃദയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം പാരിടമാ ഈ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ മാർവിടത്ത് യേശുവിനാരാധന ആരാധന ആരാധന യേശുവിനാരാധന. ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിനാരാധന ആരാധന ആരാധന യേശുവിനാരാധന. പിതാവേ, ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്താൻ ഭാഗ്യം തരണമേ. അധർമ്മ മണ്ഡലങ്ങളെ ഞങ്ങൾ ബന്ധിക്കുന്നു. സുവിശേഷത്തിന്റെ പ്രകാശനം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിലായിരുന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ ഗൗരവമുള്ള ഒരു ഭാഗമാണ് ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകിയത്. എൻ്റെ ദൈവമക്കളോട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഈ ആരവാരത്തിന്റെ ആഴമളന്നിട്ട് യോഗം അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്ന കാലം കഴിഞ്ഞു. ഇത് വേറൊരു കാലമാണ്. ഈ യാഥാർത്ഥ്യം അകത്ത് വീണിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം പോലെ തിളച്ചു മറിയുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുന്ന കാലമാണിത്. 4 2 7 7000 കോടി വർഷം. ആമിന് എത്ര ആളുകൾ പറഞ്ഞാലും 7 ആവില്ല. 4 2 6 ഒരുത്തൻ പതുക്കെ പറഞ്ഞതുകൊണ്ട് അത് 5.5 പോകുന്നില്ല. സത്യമെന്നും സത്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. യേശു കർത്താവിനെ ഞാൻ പ്രസംഗിക്കാനുള്ള എൻ്റെ ഉള്ളിലെ ആവേശം 10,000 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, യേശു അത്ഭുതം ചെയ്ത് 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 ഗ്രേഡ് മൂത്ത് എസ് ഐ ആയതുപോലെ അത്ഭുതം ചെയ്ത് 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 ദൈവമായതല്ല. യേശു ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്തതാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുകയാ. യേശു അത്ഭുതം ചെയ്ത് ദൈവമായതല്ല, അവൻ ദൈവമായ. ഇന്ന് രാത്രിയിൽ കുമളിയിൽ യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ ഒരാളുടെ മുഴ മാറ്റേണ്ട ഗതികേട് എൻ്റെ കർത്താവിനില്ല. എന്നാൽ അവൻ ദൈവമായതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഇവിടെ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാന്
മാവേലിക്കരയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഒരാൾ ചർച്ചിൽ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, എനിക്ക് ഇന്ന രോഗങ്ങളുണ്ട്. അടുത്ത വാക്ക് എനിക്ക് വലിയ രസമായിട്ട് തോന്നി. നിങ്ങൾ എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാമെങ്കിൽ യേശു ദൈവമാണെന്ന് ഞാൻ സമ്മതിക്കാം. നിങ്ങൾ ആ വാക്ക് കേട്ടില്ല. എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാമെങ്കിൽ യേശു ദൈവമാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം. ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ മരിച്ചു പോയാലും യേശു ദൈവമാണ്. ആരോട് പറയാൻ? നീ ജീവിച്ചിരുന്നില്ലേലും യേശു ദൈവമാ. ഒരത്ഭുതം ചെയ്ത് താൻ ദൈവമാണെന്ന് തെളിയിക്കേണ്ട ഗതികേട് എൻ്റെ കർത്താവിനില്ല. കർത്താവ് ഇന്ന് രാത്രിയിലും കാറ്റിനെ തന്റെ വാഹനമാക്കി നമ്മുടെ നടുവിൽ നിൽക്കുന്നുണ്ട്. ഉറക്ക കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജനിക്കുന്നതിന് മുമ്പേ ചരിത്രം തുടങ്ങിയ ഒരാളുണ്ട്. ജനിച്ചിട്ടും ചരിത്രങ്ങളിലൂടെ മുന്നേറിയ ഒരാളുണ്ട്. മരിച്ചിട്ടും ചരിത്രം അവസാനിക്കാത്ത ഒരൊറ്റയാളേ ഉള്ളൂ. അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. നിങ്ങൾ നോക്ക്, ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യന്റെയും ചരിത്രം മരണത്തോടുകൂടെ അവസാനിക്കുമ്പോൾ മരിച്ചിട്ടും ചരിത്രം തുടരുന്ന ഒരൊറ്റയാള് ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഞാൻ ആരാധിക്കുന്ന എൻ്റെ യേശുവാണ്. യേശുവാണ്. എന്തിനാ ജനിച്ചത്? എങ്ങനെയാ വളർന്നത്? എന്താണ് സംസാരിച്ചത്? എന്താണ് ചെയ്തത്? എങ്ങനെയാ മരിച്ചത്? എന്തിനാ മരിച്ചത്? ആരാണ് യേശുവിനെ കൊന്നത്? അടക്കം ചെയ്തത് എവിടെ? ഉയർത്തോ എങ്കിൽ ഇപ്പോഴെവിടെ? ഇനി വരുമോ ഇതുപോലെ ഒരു കെട്ട് ചോദ്യങ്ങൾ? ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ ആ ഭാഗങ്ങൾ കൂടെ മുൻപോട്ട് പോകുകയാ. നിങ്ങൾ എന്നോട് കൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറിയയുടെ ഉദരം കടമെടുത്ത് ലോകത്തിൽ വന്നവൻ, ദാരിദ്ര്യത്തിന്റെ പൊടിപറക്കുന്ന നസറേത്തിൽ അവൻ ജീവിച്ചവൻ, ഒരു ഗ്രാമം ഇടിഞ്ഞിളകി പള്ളി പോയപ്പോ 12ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയവൻ, അടുത്ത 18 വർഷങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ മാതാപിതാക്കളോട് കൂടെ ജീവിച്ച എൻ്റെ കർത്താവ്, വയസ്സ് 30, നടന്നത് കിലോമീറ്ററാണ്. 4600 അടി പൊക്കമുള്ള ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിപടുത്ത് കാട്ടാറ് പോലെ കലിതുള്ളി വരുന്ന യോർദാന്റെ വെള്ളത്തിൽ യേശു സ്നാനപ്പെടാൻ ചൊല്ലുന്നു. അറച്ചസ്ഥിരനായി പുറകോട്ട് കാലുവെച്ച് യോഹന്നാനെ പിടിച്ചു നിർത്തി, എന്നെ സ്നാനപ്പെടുത്ത്, ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് ആമേൻ യോർദാന നദിയിൽ യേശു സ്നാനപ്പെടുകയാണ്. വെള്ളത്തിൽ നിന്ന് നനഞ്ഞ മുടിയോടെ നനഞ്ഞ തുണിയോടെ യേശു ഉയർന്നു വരുമ്പോൾ ആകാശത്തിന്റെ ദിഗന്ധം ഇളക്കിയ ഒരു ശബ്ദം കേൾക്കുക, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമക്കൾ എന്നെ ഒന്ന് കേട്ടേ. കഴിഞ്ഞ 30 വർഷമായി യേശുവിന്റെ കാതിന്റെ ഡയഫ്രം പൊട്ടിച്ച് യേശു കേട്ടൊരു ചോദ്യമുണ്ട്, നിന്റെ അപ്പനാര്? ഗതികെട്ടിട്ട് അവർ യേശുവിനെ മറിയയുടെ മകനെന്ന് വിളിച്ചു, വേശ്യാപുത്രൻ എന്നുള്ള അപരനാമം കൊടുത്തു, അപ്പന്റെ പേര് പറയാനില്ലാത്തവനെന്ന് പറഞ്ഞ് അധിക്ഷേപത്തിന്റെ ശരശയ്യ കൂരമ്പുകൾ യേശുവിന് കൊടുത്തു. എന്നാൽ യേശു ഒരിക്കൽ പോലും എന്റെ പിതാവ് മേളിലുണ്ടടാ, നീ പോയി നിന്റെ പണി നോക്കടാ എന്ന് പറഞ്ഞ് ആരെയും യേശു വെല്ലുവിളിച്ചില്ല. ഞാൻ യേശുവിനോട് ചോദിച്ചു, എന്റെ അപ്പൻ സ്വർഗത്തിലുണ്ടെന്ന് എന്താ ഇത്രയും നാളും മിണ്ടാഞ്ഞത്? യേശു പറഞ്ഞ മറുപടി കേൾക്കണോ? അപ്പനാരെന്ന് തെളിയിക്കേണ്ടത് മക്കളുടെ ജോലിയല്ല, അത് അപ്പന്റെ ജോലിയാണ്. എത്ര പേര് കരമടിച്ച് ആമേൻ പറയുന്നുണ്ട്? ഈ സഭയോട് ഞാൻ പ്രവചിച്ചു പറയാ, 2023 എന്റെ ദൈവമാരെന്ന് ഈ പട്ടണം അറിയാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തിൽ കൊടും ക്രൂരതകൾക്ക് സുവിശേഷകന്മാർ വിധേയപ്പെടുന്നുണ്ട്. തീക്കകത്തിട്ട് കൊല്ലാനോ, ആരുമറിയാതെ വെട്ടിമുറിക്കാനോ, ആരുമറിയാതെ കുഴിച്ചു മൂടാനും, ദൈവസഭകളെ ഇവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ, തുടച്ചു മാറ്റാൻ പാതാള ഗോപുരങ്ങൾ ആവോളം ആവേശത്തോടെ ഈ കാലഘട്ടത്തിലും പോരാടുമ്പോൾ കൃപയുള്ള ദൈവമക്കൾ വിശ്വസിക്കണം, പോരാട്ടം തകർച്ചയുടെ തുടക്കമല്ല, ദൈവപ്രവർത്തിയുടെ ആരംഭമാണെന്ന് വിശ്വസിക്കാൻ കഴിവുള്ളവർ ഒരുമിച്ച് കരം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ.
ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രം റോമൻ സാമ്രാജ്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മതം യഹൂദന്റെ മതമാണ്. റോമൻ സാമ്രാജ്യവും യഹൂദ മതവും കൂടെ കൈകോർത്തിട്ടാണ് യേശുവിനെതിരെ പോരാടിയത്. അമ്പേ പരാജയപ്പെട്ടു പോയി. റോമൻ ഇമ്പീരിയൽ മുദ്ര യേശുവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നാണം കെട്ട് മൂക്കിടിച്ചു വീഴുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടതാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പുറത്തു വരാനുള്ളവനെ അകത്ത് കയറ്റിയിട്ട് ഗവൺമെന്റിന്റെ മുദ്ര വെച്ചാൽ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പൊളിക്കാൻ കഴിവുള്ള വേറൊരു ഗവൺമെന്റ് നിങ്ങൾ ആമേൻ പറയുന്നില്ല. വേറൊരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ പേരാണ് സ്വർഗീയ ഗവൺമെന്റ്. ചേർന്നൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് യോഗത്തിന്റെ 1-ാമത്തെ ദിവസമാണ്. എങ്ങാണ്ടെന്ന് ശകലം മഴയും കൂടെ പെയ്തു. ആളുകളൊക്കെ ചിന്നിയും ചെതറിയും തട്ടിയും തെറിച്ചും വന്ന് കയറി. കാര്യങ്ങളെല്ലാം ലെവലായി വരുന്നു. എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇണങ്ങി വരുന്നുള്ള നാളെ തൊട്ട് ഹല്ലേലൂയ പറയാന്ന് പറഞ്ഞാൽ നാളെ എനിക്കിവിടെ യോഗയില്ല. നാളെ വേറെ ആർക്കൊക്കെയോ യോഗമുണ്ട്. ഞാൻ ആ ഫോട്ടോ ഇല്ല. ഒന്ന് സാംബാസ്റ്ററാന്ന് ഞാൻ കണ്ടു, വേറൊരാളെ ഞാൻ കണ്ടില്ല. രാജേഷ് ചാന. സ്തോത്രം. അപ്പൊ എല്ലാ ശക്തന്മാരാ, തിമിംഗലമാ. അതിനിടയ്ക്ക് പാവപ്പെട്ട് ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ, നിങ്ങൾ എന്നോട് കൂടെ വരണം. ദൈവത്തെ ഓർത്ത് നാളെ പറയാൻ നിങ്ങൾ ആഗ്രഹിച്ച സ്തോത്രത്തിന്റെ പകുതി ഇന്നും കൂടെ പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ തിരിച്ചങ്ങ് പൊക്കോളാം. ആമേൻ. അക്കാരം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഹല്ലേലൂയ സ്വർഗത്തിലോട്ട് പോയിട്ടില്ല, ഇതെനിക്ക് തന്നാന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ദൂതിന്റെ ഗൗരവത്തിലേക്ക് വേഗം ഓടിക്കയറുകയാണ്. യേശുവിന്റെ ചരിത്രം എഴുതാൻ നിയോഗിക്കപ്പെട്ടത് 4 പേരാണ്. മത്തായി യേശുവിലെ രാജത്വം, മർക്കോസ് യേശുവിലെ ദാസൻ, ലൂക്കോസ് ഡോക്ടറാണ്, യേശുവിലെ മനുഷ്യൻ. യോഹന്നാൻ എഴുതേണ്ടത് യേശുവിലെ ദൈവത്തെക്കുറിച്ച്. സത്യത്തിൽ ഈ എഴുത്തിന്റെ പ്രസവവേദന അനുഭവിച്ചത് യോഹന്നാനാണ്. നിങ്ങൾ കൂടെ വരണം. കാര്യം രാജാവുള്ള കാലത്ത് രാജാവിനെ കുറിച്ച് എഴുതാൻ മത്തായിക്കും, ദാസ്യത്വമുള്ള കാലത്ത് ദാസനെ കുറിച്ച് എഴുതാൻ മർക്കോസിനും, നല്ല മനുഷ്യനായതുകൊണ്ട് മനുഷ്യനെ കുറിച്ച് എഴുതാൻ ലൂക്കോസിനും പേടിക്കണ്ട. കാര്യം കാഴ്ചയിലുണ്ട് രാജാവ്, കാഴ്ചയിലുണ്ട് ദാസൻ, കാഴ്ചയിലുണ്ട് മനുഷ്യൻ. എന്നാൽ യോഹന്നാന്റെ കയ്യിലോട്ട് പേന കൊടുത്തു വെച്ച് യേശുവിനെ ചൂണ്ടിക്കാണിച്ച് വെച്ച് പറഞ്ഞു, അവൻ ദൈവമാണെന്ന് എഴുതണം, അവൻ ദൈവമാണെന്ന് എഴുതണം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. പ്രസവിക്കാൻ ഇടം കിട്ടിയില്ലെന്ന് പ്രസവിച്ച ആ 3 കിലോ ഉള്ള, 2.5 കിലോ ഉള്ള, 2.25 കിലോ ഉള്ള, കറക്റ്റ് തൂക്കം അറിയാത്തോണ്ട് ഈ മാറ്റി മാറ്റി പറയുന്നത്, ആ ചെറിയ മാംസക്കഷണ ചെറിയ മാംസപിണ്ഡത്തെ പൊതിഞ്ഞു കിടത്താൻ നല്ലൊരു ടർക്കി കിട്ടിയില്ല. സ്റ്റെറിലൈസ്ഡ് ടർക്കിയിലല്ല, കീറ്റുഷീലക്കകത്ത്. സൈമൺ സാർ ചോദിച്ച വരികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിൻ ക്ലിഷ്ടമാം കിടപ്പ് കണ്ട് ഞാൻ നമിക്കുന്നേ സിയോന്റെ മണവാളനെ എന്ന് പറഞ്ഞാൽ പട്ടിനുള്ള മൂലവസ്തുവായ പട്ടുനൂൽപ്പുഴുവിന് ജന്മം കൊടുത്ത പൊന്നുതമ്പുരാന് ഉടുത്ത് കിടക്കാൻ ഒരു പട്ടുടയാട ഇല്ലാതെ പോയോ എന്ന് ആവേശത്തോടെ ചോദിക്കുകയാ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ. വേണമെങ്കിൽ അവൻ ആകാശത്തെ വാരി ചുറ്റാമായിരുന്നു. അവൻ തേജസ്സിന്റെ ഉറവിടമാണ്. കണ്ടില്ലേ, അങ്ങ് മറുരൂപമലയിൽ കുന്നിന്റെ മുകളിൽ കയറി വെച്ച് ലോകത്തിൽ ഒരൊറ്റ അലക്കുകാരനോ അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ മിന്നുന്ന വെള്ള വാരി പുതച്ച് ശിഷ്യന്മാരുടെ നടുവിൽ തേജസ്സിൽ കയറിയവന് ഉടുക്കാൻ ഉടയാട ഇല്ലാതെ പോയതല്ല. അവൻ കീറ്റ തുണിക്കകത്ത് കിടന്നത് ഏതൻ തോട്ടത്തിൽ വന്ന് ആദാമിന്റെ ഉടുപ്പ് പിശാചടിച്ചെങ്കിൽ ഒരു തലമുറയെ ഉടുപ്പിക്കാൻ അവൻ കീറ്റ തുണിക്കകത്ത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് വളരെ ദാരിദ്ര്യത്തിലാണ് ജനിച്ചു വീണത്. ദാരിദ്ര്യത്തിന്റെ പൊടിപറക്കുന്ന നസറേത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥനക്കാരല്ലേ, നമ്മുടെ തലയൊക്കെ വെച്ച് ദൂത് പറഞ്ഞില്ലേ? അജു പാസ്റ്ററെ എന്തോരം ദൂത് കേട്ടു, കർത്താവിന്റെ ദാസൻ എന്തോരം ദൂത് പറഞ്ഞു. എന്താ പറയുന്നത്? നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. എന്താ ദൂത് പറയുന്നത്? എന്റെ ദാസനെ ഞാൻ നിന്നെ അമേരിക്കയ്ക്ക് അയക്കുന്നു, സന്തോഷം. എന്റെ ദാസനെ UK-യിൽ, പിന്നെ സന്തോഷം. എന്റെ ദാസനെ ഓസ്ട്രേലിയ, അവിടുന്ന് പിന്നെ സന്തോഷം. എന്റെ ദാസനെ സിംഗപ്പൂർ, അതിനേക്കാളും സന്തോഷം. ഇതുപോലെ രാജ്യങ്ങളുടെ പേര് കേട്ട് സന്തോഷം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരോടെങ്കിലും എന്റെ ദാസനെ ഞാൻ നിന്നെ ലാഹോറിലേക്ക് അയക്കുന്നു എന്ന് പ്രവചിക്കുന്നത്? ലാഹോർ എവിടെയാന്ന് അറിയത്തില്ലായിരിക്കും.
നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാണ്ഡഹാർ എന്ന് പ്രവചിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുമാലിയ എന്ന് പ്രവചിക്കുന്നത്? കംബോഡിയ എന്ന് കേട്ടിട്ടില്ല. വളരെ ചുരുക്കം ആളുകളെ കേട്ടിട്ടുണ്ടാവുള്ളൂ. 28 വർഷം പ്രസംഗിച്ചിട്ടും 28 വർഷം യോഗം കൂടിയിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പ്രവചന. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, യേശു വളർന്നത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലല്ല. യേശു വളർന്നത് നസറേത്തിൽ നിന്ന് വല്ലോ നന്മയും വരുമോ എന്ന് നാട്ടുകാര് പഴഞ്ചൊല്ല് പറയുന്ന ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറേത്തിൽ യേശു ഓടിക്കളിക്കുകയാണ്. നമ്മുടെ പിള്ളേർ തിന്നതുപോലെ യേശു KFC അല്ല തിന്നത്, മക്ഡൊണാൾഡ്സ് അല്ല തിന്നത്, ഷവർമ അല്ല തിന്നത്. തൈരും തേനും തിന്ന് അവൻ ഉപജീവനം കഴിക്കുകയാ. നല്ല സ്തോത്ര കാഴ്ച ഇടാനില്ലാത്ത ഒരമ്മയുടെ കയ്യെ തൂങ്ങിയാണ് അവൻ യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി പോയത്. മറിയ ഒരു ദാരിദ്ര്യത്തിൽ ജീവിച്ചൊരു സഹോദരിയാണ്. ഈ ആളെ നോക്കിയിട്ട് ദൈവമാണ് എന്ന് എഴുതണം. കൊഴഞ്ഞു നിങ്ങൾ മിണ്ടുന്നില്ല. ഓരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. അടുത്ത വരി എന്റെ ഉള്ളിൽ കിടക്കുന്നു പാടാം. ഓ ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗേഹം പുൽക്കൂടാക്കി. അയ്യോ, അടുത്ത വരി സഹിക്കാൻ പറ്റുന്നത്. വഴിയാധാര ജീവിയായി നീ. വഴിയാധാര ജീവി കർത്താവിനെ വിളിച്ചതാ. ഭൂലോകത്ത് സഞ്ചരിച്ചു വഴിയാധാര ജീവിയായി നീ. വഴിയാധാര ജീവി ആരാ വിളിച്ചതാ? യേശു കർത്താവിന് 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന റബ്ബർ തോട്ടം 5.5 ഏക്കറുണ്ട് നമ്മളിൽ പലർക്കും. 20 ലക്ഷത്തിന്റെ കാറുണ്ട്. ഒരു കൊച്ച് ഹൂസ്റ്റണില്, ഒരു കൊച്ച് ഡാളസില്, ഇളയ കൊച്ച് അയർലൻഡില്. യൂറോ, ദിനാറ്, പൗണ്ട്, ദറം വരാൻ കിടപ്പുണ്ട്. കീശേ കാശുണ്ട്, കൈ കാശുണ്ട്, ബാങ്കിൽ കാശുണ്ട്. വലിയ ഗമയല്ലേ, വലിയ പൊങ്ങച്ചമല്ലേ? പക്ഷെ നമ്മളെ രക്ഷിച്ച് നമ്മുടെ കർത്താവിനെ കുറിച്ച് പാട്ടുകാരൻ പാടിയതാ, അവൻ വഴിയാധാര ജീവിയായെന്ന്. തലചായ്ക്കാൻ വലിയ വീടില്ലായിരുന്നു. സെമി വെട്ടിഫേഡും വെട്ടിഫേഡ് കടപ്പാക്കലും ഗ്രാനൈറ്റും അടിച്ചുരുട്ടി തിന്നെന്ന് തന്നെ അടുക്കളയിൽ പോയി വീഴുന്ന തെന്നലുള്ള വീട്ടിലല്ല യേശു ജനിച്ചത്. വഴിയാധാര ജീവിയായി. നിങ്ങൾ എന്നെ കേട്ടില്ല? വഴിയാധാര ജീവിയായി ജനിച്ച യേശു സ്തോത്ര കാഴ്ചയിടാൻ നിങ്ങളൊന്ന് കൂടെ വന്നേ. സ്തോത്ര കാഴ്ചയിടാൻ കാശില്ലാത്ത ഒരമ്മ പ്രസവിച്ച യേശു, ദാരിദ്ര്യത്തിന്റെ പൊടിപറക്കുന്ന നസറേത്തിൽ ഓടിക്കളിച്ച എന്റെ യേശു, തൈരും തേനും നിന്ന് ഉപജീവനം കഴിച്ച എന്റെ യേശു ദൈവമാണെന്ന് എഴുതാൻ ഒരു പേന തന്നെ. ദൈവമാണെന്ന് എഴുതാൻ ഇതുപോലൊരു പേന എന്നെ കേൾക്കുന്നവർ നാമേ പറഞ്ഞേ, ഇതുപോലൊരു പേന എടുത്ത് കയ്യിലോട്ട് കൊടുത്തപ്പോ മുട്ടുകുത്തിയച്ച് യോഹന്നാൻ പറഞ്ഞു, ഇവൻ ദൈവമാണെന്ന് എഴുതണമെങ്കിൽ വേണ്ടത് അറിവല്ല, വേണ്ടത് വെളിപ്പാടാണ്. ഹല്ലേലൂയ. ഞാനൊരു പെന്തക്കോസ്തുകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന്റെ കാര്യം ഞാൻ പറയാ, ഇതൊരു അറിവല്ല, ഇതൊരു വെളിപ്പാടാണ്. ആ കൈ ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ. ഇതൊരു അറിവല്ല. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചത്. തലയ്ക്ക് വല്ല ഓളമുണ്ടോ? ഇതൊരു അറിവല്ല, ഇതൊരു വെളിപ്പാടാണ്. ഒന്നുകൂടെ ഞാൻ പറയുക, നിങ്ങൾക്കിത് അകത്ത് ചെന്നോന്ന് എനിക്കറിയില്ല. ഇതൊരു അറിവല്ല, ഇതൊരു റെവലേഷനാണ്. തെളിവ് പറഞ്ഞ് മുൻപോട്ട് പോകാം. തമ്പകക്കൂടുള്ള വള്ളത്തെ തിരയോടുമല്ല യുദ്ധം ചെയ്ത് ഉദരപൂരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു പാവം മനുഷ്യനുണ്ട് ബൈബിളിനകത്ത്. പേര് പത്രോസ് എന്നാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ പ്ലീസ്. പേര് പത്രോസ് എന്നാണ്. ആ മനുഷ്യൻ ഈ കടലിൽ കിടന്ന് കഠിനാധ്വാനം ചെയ്തവനെ യേശു കർത്താവ് വിളിക്കുകയാ. കർത്താവിന്റെ കൂടെ പത്രോസ് നടക്കുകയാ. കാലം ചെറുത് കഴിഞ്ഞപ്പോ ഒരു ദിവസം കർത്താവ് ചോദിക്കുകയാ പത്രോസിനോട്. ഒന്നുകൂടെ പറയാ, കർത്താവ് ചോദിക്കുക പത്രോസിനോട്, ഇവരൊക്കെ ഞാൻ ആരാന്നാ പറയുന്നേ? കേട്ടില്ല? ഇവരൊക്കെ ഞാൻ ആരാന്നാ പറയുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? ജാഥയ്ക്ക് ആളില്ലെങ്കിൽ പാവം ബംഗാളിക്ക് 500 രൂപ കൊടുത്ത് ജാഥയ്ക്ക് ആളെ കൂട്ടുന്ന ഒരു മൂന്നാം കട ഇടപാട് എന്റെ കർത്താവിന്റെ കയ്യിൽ ഇല്ല.
അനുഭവമില്ലാത്തവൻ വേണ്ട. എന്റെ പേര് കൂട്ടി പറയാ, അനുഭവമില്ലാത്തവൻ പ്രസംഗിക്കാൻ വേണ്ട, പാടാൻ വേണ്ട, പ്രാർത്ഥിക്കാൻ വേണ്ട, ശുശ്രൂഷിക്കാൻ വേണ്ട. ആരാധന തൊഴിലാളികളെ ദൈവത്തിനു വേണ്ട. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്നോട് മനഃപൂർവ്വമായിട്ട് ക്ഷമിച്ചേക്കണേ. ആരാധന തൊഴിലാളികളെ കർത്താവിന് വേണ്ട. നിങ്ങളുടെ പാവപ്പെട്ട പാസ്റ്റർ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചിലെ ദേവരാജൻ പാസ്റ്റർ ദൈവമക്കളോട് പറഞ്ഞു കാണും, സഭയിലെ ദൈവമക്കളോട് പറഞ്ഞു, നമ്മുടെ യോഗമാണ്, ആരും ആരാധിച്ചില്ലെങ്കിലും നിങ്ങൾ തകർത്തേക്കണം, കസേര എടുത്ത് കുത്തിയേക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നാ എന്റെ ചിന്ത. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു, അവിടെ അടങ്ങിയിരുന്നോണം. ആരാധന തൊഴിലാളികളെ ദൈവത്തിന് വേണ്ട. എന്നാൽ അകത്തൊരു ദൂത് വീണാ നീ ആരാധിച്ചോണം. അതാരുടെ ഒത്താശ കൊണ്ടല്ല. പൗലൂസ് പറയുന്ന ഒരു വാക്ക് എനിക്ക് ഇഷ്ടമാ, ഞാൻ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് പറഞ്ഞ് ആരാധന വൈകാരികമല്ല, അത് ആത്മമണ്ഡലമാണ്. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് ദൈവസഭയ്ക്ക് ഒരു ഉപകരണങ്ങളോടും വൈരാഗ്യമില്ല. ഉണ്ടോ? കിന്നരം, വാദ്യത്രം, മുരജം, കൈത്താളം, തമ്പുരു, ഇതെല്ലാം വെച്ച് കർത്താവിന് ഇതെല്ലാം വെച്ച് ആരാധിക്കുന്നത്. കാര്യം വർഷിപ്പിന്റെ കിങ് അല്ലേ നമ്മുടെ കർത്താവ്. ലോകം കണ്ട ഏറ്റവും വലിയ ബാൻഡ് കരിസ്മ അല്ല. തനിക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ? എന്റെ വണ്ടിയുടെ കാറ്റ് കുത്തി വിടരുത്, ഞാൻ പറഞ്ഞേക്കാം. ലോകം കണ്ട് എടോ തന്നെ ഞാൻ കണ്ടുപോലും ഇല്ല. താൻ അവിടെ ഈ ലാസർ കല്ലറയ്ക്കകത്തിരിക്കുന്ന പോലെ ഇരുന്നുകൊണ്ട് ഞാൻ ഓർത്ത് ഇവരൊക്കെ ഉള്ളെന്ന് ഓർത്തായിരുന്നു. എന്നാലും തബലയുടെ ശബ്ദവും ഞാൻ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ ബാൻഡ് കരിസ്മയല്ല. ഈ അജൂനെയാണ് ഞാൻ പല പേരിലും പല ഭാവങ്ങളിലും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എവിടെയോ ചെന്നപ്പോൾ ഹോളി ഹാർപ്സ് എന്നായിരുന്നു. സത്യത്തിൽ താൻ ഏത് ടീമിലുള്ള സത്യം പറഞ്ഞാണോ? ഇതാണോ ലോകത്തിലെ ഏറ്റവും വലിയ ബാൻഡ്? ഇനി അങ്ങോട്ട് പോ. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ബാൻഡുകളും നിങ്ങൾ എടുത്തു നോക്ക്. അവർക്ക് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഓർഗൻ ഉണ്ടാകും, ലോകത്തിലെ ഏറ്റവും വില കൂടിയ റിതംപാട് ഉണ്ടാകും, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ബാൻഡ് സ്വർഗീയ ബാൻഡാണ്. പാടുന്നത് ദൂതന്മാരാ. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. സ്വർഗീയ ബാൻഡ് ഒരു ദിവസം ഉപകരണങ്ങളും കൊണ്ട് മണ്ണിലോട്ട് ഇറങ്ങിയായിരുന്നു. എന്നാന്നറിയാമോ? യേശു ജനിച്ച ദിവസം. ആ കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. നിങ്ങൾ നോക്ക്. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, ഇവർക്ക് ഞാൻ ആര്? പത്രോസ് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് നീ കരയുന്നത് കൊണ്ട് അവർ ഇരമ്യാവാന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3-4 പേര് പറയുമ്പോ യേശുവിനെ ദഹിക്കുന്നില്ല. യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആരാ? എന്നെ കേട്ടില്ല. നിങ്ങൾക്ക് ഞാന് ആരാ? ഒന്നുകൂടെ പറയാൻ, നിങ്ങൾക്ക് ഞാൻ ആരാണ്? ഒയ്യോ പത്രോസ് ശ്രദ്ധിക്കണേ. ഇടിവെട്ടുന്ന പോലെ കർത്താവ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതല്ല എന്റെ വിഷയം. അതിന്റെ പുറകെ കർത്താവ് പറഞ്ഞൊരു വാക്കാ, ആമേൻ പത്രോസേ, ഇത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്ക് വെളിപ്പാട് തന്നതാണ്. എത്ര പേരാ കരമടിച്ച് ആമേൻ പറയുന്നുണ്ട്? നീ രക്ഷിക്കപ്പെട്ടത് വെളിപ്പാടാണ്. ഒരുത്തൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ലേ? നിങ്ങൾ അവനെ നോക്കിയിട്ട് പറയണം, മനസ്സിൽ പറയണം, വെളിപ്പാടില്ല. ഒരുത്തൻ സ്നാനപ്പെട്ടില്ലേ? അവനെ നോക്കി വെച്ച് പറയണം, പാപത്തിന് വെളിപ്പാടില്ല. ഒരുത്തൻ ആത്മനിറവ് പ്രാപിച്ചില്ലേ? അവനെ നോക്കി വെച്ച് പറയണം, ഈ പാപത്തിന് എന്തില്ല? വെളിപ്പാടില്ല. ഇന്ന് രാത്രി ആ കരമുയർത്തി പറ, കൃപയാൽ ഈ വെളിപ്പാട് കിട്ടിയ ദൈവമക്കൾക്കായി സ്തോത്രം. ആമേൻ. ഇതൊരു വെളിപ്പാടാ. യോഹന്നാൻ ദൈവത്തെ കുറിച്ച് എഴുതാൻ പോകുകയാണ്. വെളിപ്പാട് ചോദിക്കുക. ഞാൻ ആ ദൂതിലൂടെ മുന്നേറുകയാണ്. ഈ യോഹന്നാൻ വെളിപ്പാട് പറയാൻ തുടങ്ങി. യോഹന്നാൻ വെളിപ്പാട് കാണാൻ തുടങ്ങി. ആദ്യത്തെ 4 അധ്യായത്തിൽ വെളിപ്പാട് പറഞ്ഞ് വിശദീകരിക്കാതെ ഒരു ഭാഗം തൊട്ട് പറയുമ്പോൾ യോഗം
കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വഴക്ക് കൂടിയതല്ല, സമയം ചോദിച്ചതാ. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇച്ചിരി ഗൗരവമായിട്ടൊന്ന് ശ്രദ്ധിച്ചു. ഈ സുവിശേഷ യോഗത്തിനകത്ത് ജനം അറിയേണ്ട കാര്യങ്ങൾ അവരിലെത്തണം. യോഹന്നാൻ 1-ാം അധ്യായം തൊട്ട് വെളിപ്പാട് പറയാൻ തുടങ്ങി. 1-ാം അധ്യായം ശ്രദ്ധിച്ചു കേട്ടോണേ. ആരാധ്യനെ കുറിച്ചുള്ള വെളിപ്പാട്. 2-ാം അധ്യായം ആരാധന സ്ഥലത്തെ കുറിച്ചുള്ള വെളിപ്പാട്. മനസ്സിലായില്ല? ആ കൈയാട്ട് കാണുമ്പോഴേ എനിക്കറിയാം. 3-ാം അധ്യായം ആരാധനക്കാരനെ കുറിച്ചുള്ള വെളിപ്പാട്. 4-ാം അധ്യായം ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട്. 2-3 പ്രാവശ്യം ഞാൻ പറയേണ്ടി വരും. 1-ാമത്തെ അധ്യായം ആരാധ്യനെ കുറിച്ചുള്ള വെളിപ്പാട്. ആര്? നമ്മുടെ കർത്താവ് ആരെന്നുള്ള റെവലേഷൻ. 2-ാം അധ്യായം ആരാധന സ്ഥലം, അതിനെക്കുറിച്ചാണ് നമ്മൾ കുറിവാക്യം വായിച്ചത്. 3-ാമത്തെ അധ്യായം ആരാധനക്കാരൻ, അതാരാ? നിക്കോദേമോസിന്റെ ചരിത്രമാണ്. 4-ാം അധ്യായത്തിൽ ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട്. അതാരാ? ശമരിയക്കാരത്തെ സ്ത്രീയോട് യേശു പറയുകയാ, ആമേ, ആത്മാവിലാണ് ആരാധന വെളിപ്പെടേണ്ടത്. അത് ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇത് ഞാൻ വെളുക്കപ്പുറം വരെ പറയേണ്ടി വരും ചിലപ്പോ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അധ്യായം 1 ആരാധ്യനെ കുറിച്ചുള്ള വെളിപ്പാട്. 1-ാം അധ്യായം തുടങ്ങുന്നത് കണ്ടോ? ആദിയിൽ വചനമുണ്ടായിരുന്നു. കേട്ടില്ല? വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ വാക്യം തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാ, മറിയയുടെ ഗർഭത്തിലല്ല യേശുവിന്റെ തുടക്കം. ഓ ഹല്ലേലൂയ. കുമളിക്കാര് കേട്ടോണ്, മറിയയുടെ ഗർഭത്തിൽ യേശുവിന്റെ ജഡാവതാരമാണ്. യേശുവിന്റെ തുടക്കം മറിയയുടെ ഗർഭത്തിലല്ല. ഓ ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപ് നീ അനാദിയായ ശാശ്വതവാനായ ദൈവമാകുന്നു. എത്ര പേര് ആമേൻ പറയുന്നു? മിനിഞ്ഞാന്നത്തെ മടക്കി കിളുത്തുവെന്ന ഒരു തകരെ അല്ല ഞാൻ ആരാധിക്കുന്നത്. എന്റെ ദൈവം അബ്രഹാമിനേക്കാൾ മുൻപേ ഉള്ളവൻ. അവൻ അനാദിയായ ദൈവം. ഞാൻ ആ വാക്യം ഒന്ന് പറയാം, നിങ്ങൾക്ക് പിടിക്കാമെങ്കിൽ പിടിക്ക്. വെളിപ്പെടുത്തി തരാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അത്ര നിങ്ങളുടെ അകത്ത് കിട്ടിയോ? ആരോട് പറയാൻ? വചനം ദൈവമായിരുന്നു. ഇത്ര പറഞ്ഞേച്ച് യോഹന്നാൻ ഇൻഡിക്കേറ്റർ ഒരു തിരിച്ചിൽ തിരിയുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണേ, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. 3-ാമത്തത് വചനം ദൈവമായിരുന്നു. അടുത്ത തിരിവ് ശ്രദ്ധിച്ചോണേ, വചനം ജഡമായി. ഓ, കേട്ടവരില്ല. വചനം ജഡമായി. കേട്ടവരില്ല. വചനം ജഡമായി. അവിടെയാണ് മറിയ ഗർഭം ധരിക്കുന്നത്. വചനം ജഡമായി. വചനം ജഡമായി. വചനം ജഡമായി. വചനം ജഡമായി. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞാൻ യേശുവിനോട് ചോദിക്കുന്നു, നീ എന്തിനാ ജഡമെടുത്തത്? മറുപടി, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ അവരെ രക്ഷിപ്പാൻ ഒരു ജഡം ആവശ്യമായി വന്നു. ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞില്ല പിന്നെ എന്നതാ സുവിശേഷ യോഗത്തിന് പറയേണ്ടത്? നിങ്ങൾ പറ. ആദിയിൽ വചനം, വചനം ദൈവത്തോടു കൂടെ. ഒരു ആമേൻ പറ. വചനം ദൈവത്തോടു കൂടെ. വചനം ദൈവമായിരുന്നു. ഇത് പറഞ്ഞു പറയാ, വചനം ജഡമായി. എന്നിട്ട് പറയുക, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ വചനം ജഡമായവന്റെ പേരാണ് യേശു. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വചനം ജഡമായവന്റെ പേരാണ് യേശു. എന്റെ ദൈവമക്കളും യേശുവേ എന്ന് വിളിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡത്തിനും ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ഇണങ്ങിയാലും പിണങ്ങിയാലും പറയാ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമം ഇല്ല. ചത്താലും ജീവിച്ചാലും ആ വാക്യം അങ്ങനെ പറയാൻ പറ്റൂ. ജീവനോടെ വിട്ടാലും
കൊന്നേച്ചു വിട്ടാലും മാറ്റി പറയാൻ പറ്റുമോ? ആ വാക്ക് അങ്ങനെ പറയാൻ പറ്റൂ. കാര്യം എന്നാണെന്നറിയോ? ഇതെനിക്ക് ഇവിടെ തിരുത്താൻ പറ്റിയതല്ല, ഇതിന്റെ പ്രിന്റ് സ്വർഗത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും മണ്ണെണ്ണ ഒഴിച്ച് 4 പേപ്പർ കത്തിച്ചാൽ മുടിയാൻ പറ്റിയൊരു സാധനമല്ല ഇത്. ബൈബിള് കാഴ്ച ബംഗ്ലാവിന്റെ അകത്ത് കൊണ്ട് അടയ്ക്കുമെന്ന്, പഴയ ലൈബ്രറി കൊണ്ട് തിരികുമെന്ന് പറഞ്ഞവന്റെ വീട് വിലക്കെടുത്ത് അത് ബൈബിൾ അച്ചടിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ കത്തിക്കുന്നവരോട് പറയാം, ഇതിന്റെ ഒറിജിനൽ പ്രിന്റ് സ്വർഗത്തിലാണ്. നിനക്ക് മണത്ത് നോക്കാൻ പറ്റിയതോടെ പിന്നെ ഇവിടുത്തെ എനിക്കൊരു അച്ഛന്റെ വാക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്നും ഇത് എന്റെ ഓർമ്മയില് മാവേലിക്കരക്കാരുണ്ട് സിസ്റ്റർ ശ്രീലേഖ ഇവിടെ വന്ന് ലോകം മുഴുവൻ ഒരു സഹോദരി ബൈബിള് കത്തിച്ചതാ. ഇപ്പൊ ഊണുമില്ലാതെ എന്തൊരവസ്ഥ. കൃപയും സത്യവുമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് മനസ്സിലാക്കി പോയാ സമയം പോയാൽ വചനമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ അവൻ പാർക്കുകയാണ്. ഈ വാക്യം എഴുതി വെച്ച് യോഹന്നാൻ പിന്നെ കൊണ്ട് കൊളുത്തിയ ഒന്നിന്റെ സാധനം പറയാ, ഇരുട്ടിന് വെളിച്ചത്തെ തൊടാൻ പറ്റിയത്. യോഹന്നാൻ അടുത്ത റെവലേഷനിൽ കയറുക. ഈ വചനം അക്ഷരമല്ല, ഇതിനകത്തുനിന്ന് സൂര്യൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. ആമെ കുമളിയെ കയറി പിടിച്ച ഇരുട്ടിന്റെ കനി ഭവിച്ച ദുർവ്യാപാരങ്ങൾ ആ കരമടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമെ മലമടക്കുകളിൽ പിശാച് നടത്തുന്ന പാതാളത്തിന്റെ വേലിയേറ്റങ്ങൾ, ഇരുട്ടിന്റെ കനി ഭവിച്ച ദുരന്ത മേഖലകൾ ഈ യോഗത്തിൽ ദൈവം പറയുന്നു. ആ ഇരുട്ടിനെ പൊളിച്ച് ഒരു വെളിച്ചം കയറി വരികയാണ്. ഞാൻ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഈ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചിന്റെ കൺവെൻഷന് ഞാൻ ഉറക്കം പ്രഖ്യാപിക്കാം, ലോക ചരിത്രത്തിൽ ഇരുട്ടിന് വെളിച്ചത്തെ ജയിച്ച ചരിത്രമില്ലെങ്കിൽ അവൻ ഈ രാജ്യത്ത് എന്റെ യേശു ഉയർത്തപ്പെടാൻ പോലെയാണ്. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, മദ്യപാനത്തിന്റെ ആസക്തികൾ, പാതാളത്തിന്റെ വേലിമേറ്റങ്ങൾ തകർക്കപ്പെടും. മൂക്ക് വിഴിഞ്ഞാൽ 3 കണ്ണാകുന്ന ഒരപ്പനായിരുന്നു ഞാൻ. ചെറുവെറുതെ അർത്ഥബോധത്തെ ജീവിച്ച ഒരു മനുഷ്യന്റെ മകനാണ്. വീടിന്റെ മുറ്റത്ത് മറ്റൊരു വിഷപ്പാമ്പിന്റെ ആശുപത്രി 6 മാസം പുഴുത്ത് വീടിനകത്ത് വളർന്നു. കോട്ടയം ആശുപത്രി 5 പ്രാവശ്യം എന്റെ അപ്പനെ രക്ഷിക്കാതെ ആശുപത്രി കൈവഴിഞ്ഞ് ദുർഗന്ധത്തിനടിമയായി രക്തബന്ധങ്ങളാൽ കൈയൊഴിയപ്പെട്ടവനായി അവൻ 2 പലകമറ ചായിച്ച് ചെതലരിച്ച 4 ഓലയും കൂടെ അടുക്കി മലർന്നു കിടന്ന് മേളിലോട്ട് നോക്കിയ ആമെ ആകാശം കാണുന്ന ഒരു പെരക്കകത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി സ്വന്തം ജന്മത്തെ തന്നെ അരിച്ചു കുത്തിപ്രാഗി 3 മക്കളെയും ഭാര്യയും കൊണ്ട് 6 പ്രാവശ്യം ആത്മഹത്യക്കൊരുങ്ങിയിട്ടും മരണം പോലും കൈവിടപ്പെട്ടവനായി 9 യൂണിറ്റ് അരി കൊണ്ട് 1 മാസം ജീവിക്കേണ്ട ഗതികേടിൽ പുഴുത്തു കിടന്ന എന്റെ അപ്പനെ വീട്ടിൽ വന്ന് രക്ഷിച്ച ഒരു നാമമുണ്ട്. കഴിഞ്ഞ 37 വർഷത്തിനു മുമ്പ് ഒന്ന് കൈയടിച്ച്
ആ നാമത്തിന്റെ പേരാണ് യേശു. ആ നാമമാണ് യേശു. എത്ര പേര് ഹല്ലേലൂയ പറയുന്നുണ്ട്? ആ നാമത്തിന്റെ പേരാണ് യേശു. ആ നാമമാണ് യേശു. ഞാൻ മുൻപോട്ട് വരുന്നു. നിങ്ങൾ കഴിയുന്നത്ര എന്നെ ശ്രദ്ധിക്കാൻ നോക്കണേ, എന്നെ ശ്രദ്ധിക്കാൻ നോക്കണം പ്ലീസ്. ഇതൊരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി. ഒരു ദൂതും കൊണ്ട് വരുന്നത് കലിതുള്ളി ഒരു ആനയും കൊണ്ട് വരുന്നതിനൊക്കെ പാടാ. പ്ലീസ്. ഹല്ലേലൂയ. ഇതൊന്ന് പറഞ്ഞൊരു പരുവത്തിൽ ഈ പ്രസംഗത്തിന്റെ കുഴപ്പം എന്നാണെന്നറിയാം. ഇതിന് പാതാള ശക്തി മുഴുവൻ എതിരാ. പാതാള ശക്തി മുഴുവൻ ഇതിനെതിരാ. അടുത്തത് ചർച്ചിനകത്ത് ചെന്നാൽ മതി. നല്ല ദൂത് വരുമ്പോൾ ചില ആളുകൾ പ്ലാസ്റ്റിക് കൂടി ഇട്ട് ഇളക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ ദൂത് കേൾപ്പിക്കാതിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. അപേക്ഷയായിട്ട് കണ്ടാൽ മതി, ആക്രോശമാക്കരുത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞൊക്കെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. 1-ാം അധ്യായം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അടുത്തത് യോഹന്നാൻ തരുന്ന വെളിപ്പാട് ഞാൻ പറയാം. അവനെ കൈക്കൊണ്ട്, ഇതൊന്ന് ശ്രദ്ധിച്ചേ പ്ലീസ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കേൾക്കുന്നവർക്ക് ഒരു ആമേൻ പറയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 1-ാം അധ്യായം. ആരാധ്യൻ. ഞാൻ ആ ഭാഗം വിടുക. 2-ാം അധ്യായം ലാസ്റ്റ് പറയാം. അതാണല്ലോ കുറിവാക്യം. സന്തോഷത്തോടെയാണ് ഇരിക്കണേ. 3-ാം അധ്യായത്തിൽ വരാം. ഇതൊരു ശകലം എന്നെ ഒന്ന് കേൾക്കണം. 3-ാം അധ്യായത്തിൽ ആരാധനക്കാരനാണ്. മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, ഉയരമില്ല, നിറമില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല, മേലെ കുടുംബം താഴെ കുടുംബമില്ല, കള്ളി കദളി കാളിയങ്ങൽ ശങ്കരമംഗലം പകലോ മറ്റോ ഇല്ല. അതൊക്കെ വീട്ടുപേരുകളാണ്. ആമേൻ. ഇതൊന്നുമില്ല. ഒരാളെ എടുക്കുക. എടുത്തത് ആരെയാണെന്നറിയാമോ? നിക്കോദേമോസ്. ഒന്ന് ചേർന്ന് പറഞ്ഞ ആ പേര് ഒച്ചത്തി പറ. നിക്കോദേമോസ്. ആരാന്നറിയോ? അദ്ദേഹം പ്രമാണിയ. ന്യായപ്രമാണത്തിന് 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചണ്ടി കളഞ്ഞ് ചാറകത്ത് കയറ്റിയ ഒരു ന്യായപ്രമാണത്തിന്റെ നീലത്തിമിംഗലം ഒരു ദിവസം രാത്രി യേശുവിന്റെ അടുക്ക ചെന്നു. കാര്യം എന്താ? പകല് പോകാൻ പേടിയാ. കാരണം എന്താ? തന്റെ പദവി തനിക്ക് പേടിയാ. കാര്യം എന്താ? നാട്ടുകാര് കണ്ടാൽ തനിക്ക് പേടിയാ. കാരണം എന്താ? മറ്റുള്ളവർ അറിഞ്ഞാൽ തനിക്ക് പേടിയാ. എന്താ സ്നാനപ്പെടാത്തത്? വല്ലൊരു അറിഞ്ഞ പേടി. അമ്മാമേ, സ്നാനം സത്യമാണെന്നറിയാം. പിന്നെ സ്നാനം സത്യമാണെന്നറിയാം. പക്ഷെ വല്ലവരും കേട്ടാൽ, വല്ലവരും അറിഞ്ഞ പ്രശ്നമാ. ഞാൻ നിങ്ങളോട് പറയാ, സത്യത്തിന് ആരുടെ കൂട്ട് വേണം? കേട്ടില്ല, 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 കേട്ടില്ല. അമ്മ രക്ഷിക്കപ്പെടുന്ന സത്യമെന്നറിയാമോ? അറിയാം. പിന്നെന്താ രക്ഷിക്കപ്പെടാത്തത്? വല്ലവരും അറിഞ്ഞാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അങ്ങനെ രാത്രിയിൽ യോഗത്തിന് പോകുന്ന നിക്കോദിമോസ് എന്ന് പറഞ്ഞാൽ ആരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ ഇങ്ങനെ രാത്രിയിൽ യോഗത്തിന് പോകുന്ന നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ വാക്ക്, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നുവെന്നും പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ, ശ്രദ്ധിക്ക്, ഈ കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ അറിയുന്നു. എന്റെ മാന്യരായ കേൾവിക്കാര് പറ, ഈ പറഞ്ഞ വാക്കിനകത്ത് എന്താ കുഴപ്പമുള്ളത്? ഹലോ, കേട്ടെ പ്ലീസ്. ഇതിനകത്ത് എന്താ കുഴപ്പം? ഇതൊരു തരത്തിലൊരു പുകഴ്ത്തലല്ലേ? ഇതൊരു തരത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളൊരു യോഗത്തിന് ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ക്ഷണിക്കുന്നത് കേട്ടിട്ടില്ലേ? കേരളത്തിൽ, ഇന്ത്യയിൽ, പിന്നെ ഇന്ത്യക്ക് വെളി, തെറ്റല്ല കേട്ടോ, ഇന്ത്യക്ക് വെളിയിൽ, ലോകരാജ്യങ്ങളിൽ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇതൊന്നും പറഞ്ഞില്ലേലും സുവിശേഷം പ്രസംഗിക്കാം. അപ്പൊ നമ്മളൊന്ന് ബലപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ നിക്കോദിമോസ് ബലപ്പെടുത്തിയത് ആരെയാണെന്നറിയാവോ? നിക്കോദിമോസിന്റെ ജാതകം കയ്യിലുള്ളവനെ. നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നുവെന്നും പിതാവ് നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നിനക്ക് പറ്റുകയില്ലെന്ന് എൻ്റെ ദേവരാജൻ പാസ്റ്ററെ ഈ കാര്യം പറഞ്ഞ് ഈ പുള്ളി യേശുവിനെ പുകഴ്ത്തിയപ്പോൾ, താൻ കേൾക്കുന്നുണ്ടോ എന്നെ? യേശു തിരിച്ചു പറഞ്ഞ മറുപടി കേട്ടോ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കയറ്റിയാലെന്ന് പറഞ്ഞു. ഇയാള് പറഞ്ഞത് തെക്കോട്ട്, യേശു പറഞ്ഞത് വടക്കോട്ട്.
എന്നാ കുമളിയായത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇയാള് പറഞ്ഞത് തെക്കോട്ട്, യേശു പറഞ്ഞത് വടക്കോട്ട്. ഇയാൾ പറഞ്ഞത് എന്താ? നീ പിതാവിൻ്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ അത്ഭുതമൊന്നും നിനക്ക് ചെയ്യാൻ പറ്റുകയല്ലോ. അങ്ങ് വെച്ച് പിടിച്ചപ്പോൾ യേശു എൻ്റെ കണ്ണി നോക്കി വെച്ച് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റിയല്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിക്കോദിമോസിന്റെ നാക്കെ കൂടെ വന്നതിനല്ല മറുപടി, ഹൃദയത്തിൽ കടന്നതിനാ മറുപടി. ഇന്ന് രാത്രി എൻ്റെ മാന്യരായ കേൾവിക്കാരറിയണം, ലോകത്തിൽ ഒരാളോട് പോലും പറയാതെ നിന്റെ ഹൃദയാന്തർഭാഗത്തിട്ട് കറക്കുന്ന ചില ചിന്തകളുണ്ടല്ലോ. ഈ കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ ചിന്തകൾക്ക് ദൈവം മറുപടി തരാൻ പോകുകയാണ്. എത്ര പേർക്ക് കരമടിച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് ആരാധിക്കാം. ലോകത്തിൽ ഒരാളോട് പോലും പറയാതെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിട്ട് നിന്നെ കരയിപ്പിക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ സങ്കടപ്പെടുത്തുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി മറുപടി ഉണ്ട്. ചിന്തകളെ വായിക്കാൻ കഴിവുള്ളൊരു ദൈവം. എന്താ നിക്കോദെമോസിനോട് പറഞ്ഞത്? നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്വർഗത്തിൽ കയറ്റുകയില്ല. ആമേൻ. നിങ്ങൾ എന്നോട് കേട്ട് ആമേൻ. വീണ്ടും ജനിക്കുക ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. ഓ, മിക്കവാറും വല്ലതും നടക്കും. വീണ്ടും ജനിക്കുക ഒച്ചത്തിൽ പറഞ്ഞേ. പൊന്നു പ്രിയപ്പെട്ടവരെ, കൺവെൻഷന് കസേര ഒടിഞ്ഞോട്ട് എനിക്ക് പരാതിയില്ല. പക്ഷെ കസേര ഓടിക്കാൻ വേണ്ടിയിട്ടല്ല കൺവെൻഷൻ, ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരാനാ. അതുകൊണ്ട് തന്നെയാ ഞാൻ ദാവീദിന്റെ കല്ലെടുത്ത് അവിടെ വെച്ച് കറക്കാത്തതും, ഗോലിയാത്തിനെ തള്ളിമറിക്കാത്തതും, ദാനിയേലിനെ കുഴിയിൽ ഇറക്കുകയും കയറ്റുകയും ചെയ്യാത്തതും അതുകൊണ്ട് തന്നെയാ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി? അവരൊക്കെ തന്നെ കയറി പോകുന്നവര്, പക്ഷെ ഉയർത്തപ്പെടേണ്ടത് യേശുവിന്റെ ക്രൂശാണ്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ വീണ്ടും ജനനം. ഒന്ന് ഒച്ചത്തിൽ പറയാവോ? ഒച്ചത്തിൽ പറയാവോ? ഇന്ന് ഇത് പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. അല്ല, കളിയായി. നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങി മൂക്കിടിച്ച് താഴെ വേണം ഞാനത് പറയും. വീണ്ടും ജനനം, ബോൺ എഗെയിൻ. ഇത് ആരോടാ പറയുന്നത് അറിയാമോ? ന്യായപ്രമാണത്തിന്റെ എൻ്റെ കൂടെ ഒരു 2 മിനിറ്റ് നിൽക്കാൻ പറ്റുമല്ലോ അല്ലേ? കുഴപ്പമുണ്ടോ? ഇല്ല. ഓ റൈറ്റ്, താങ്ക് യു. അദ്ദേഹമൊക്കെ എൻ്റെയൊക്കെ വലിയ പാസ്റ്റർമാർ, അതുകൊണ്ട് അവരൊക്കെ വിളിക്കാൻ എനിക്ക് തന്നെ ഒരു വിറവിലുണ്ട്. എങ്കിലും ഞാൻ പറയാവേ, വിളിക്കാം കേട്ടോ. ആമേ, ശ്രദ്ധിച്ച് കേട്ടോണം. നിക്കോദിമോസിനോട് യേശു പറയുക, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കയറ്റുകയില്ല. എന്നതാ ഈ വീണ്ടും ജനനം? ഈ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു കേട്ടോ, എടാ കിഴവിക്കഥയും പോട്ടക്കഥയും പറഞ്ഞ് നേരം കളയാതെ നീ വചനം പ്രസംഗിക്കാൻ. കേട്ടില്ല. വചനം പ്രസംഗിക്കാൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വേദികൾ പലതും വചനം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ആളുകളുടെ കയ്യടി മേടിക്കാൻ, ആളുകളുടെ ചിരി കാണാൻ, ആളുകളുടെ അണപ്പല്ല് കാണാൻ, അവരുടെ സന്തോഷം കാണാൻ സുവിശേഷത്തിന്റെ വേദികൾ പലപ്പോഴും കളിയരങ്ങായി മാറിയിട്ടുണ്ട്. ആരുതേ വചനം പ്രസംഗിക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കഥ പറഞ്ഞതുകൊണ്ട് ആളുകളെല്ലാം നരകത്തിൽ പോകുമെന്നല്ല, മുഴുവൻ അതാകരുത്. ഒരു ചക്ക വെട്ടിയാൽ അതിനകത്ത് പൊല്ലയും കാണണം, ചോളയും കാണണം. ഇത് ചോളയില്ലാതെ ഒടുക്കത്തെ പൊല്ലയെല്ലാം കൂടെ കയറരുത്. പൊല്ലെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള നാരിന്റെ പേര് പൊല്ല എന്ന് ചാകണിയാണോ? ആയിക്കോട്ടെ. ഞാന് കുമരകത്ത് ജനിച്ചതല്ലേ, അത്രയെങ്കിലുമൊക്കെ വന്നല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വചനം പ്രസംഗിക്ക. എന്താ വചനം പ്രസംഗിക്കാൻ പറയാൻ കാര്യം? വീണ്ടും ജനനം നടക്കാൻ 2 മാർഗമില്ല. കേട്ടില്ല? വീണ്ടും ജനനം നടക്കാൻ 2 മാർഗമില്ല, ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? ശ്രദ്ധിച്ചോണേ. കെടുന്ന ബീജത്താലല്ല. ഒന്ന് കൈയടിക്കാവോ? കെടുന്ന ബീജത്താലല്ല. ബാക്കി പറ, കെടാത്തതിനാൽ. അടുത്ത ബാക്കി പറ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനിക്കാൻ ഓരോ മാർഗമേയുള്ളൂ, ദൈവവചനം. കേരളക്കരയെ വചനം. വചനം. നിങ്ങൾ മിണ്ടണ്ട, ഞാൻ മിണ്ടും. വചനം
കെടുന്ന ബീജത്താലല്ല. നിങ്ങളെ വാക്യത്തിന്റെ പവർ പാട്ടുകാരന്റെ കൂടെ ഉണ്ടോ? കെടുന്ന ബീജത്താലല്ല. ബാക്കി വരാം. കെടാത്തതിനാൽ. അടുത്തത് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. ബാക്കി ദൈവവചനത്താൽ തന്നെ. കണ്ടോ? കേട്ടില്ല? ദൈവവചനത്താൽ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വേറെ മാർഗമില്ല. ദൈവവചനത്താൽ തന്നെ. അതാ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്, വചനം പ്രസംഗിച്ചോണം, ഇല്ല നിന്റെ മൂട്ടുകാരി ഞാൻ തല്ലി പൊട്ടിക്കുമെന്ന്. ഞാനിപ്പോ ഇവിടെ നിന്ന് പറയാം, ഞാന് കഴിഞ്ഞ 7 മാസം അമേരിക്കയിലായിരുന്നു, കഴിഞ്ഞ 9 മാസം ഞാൻ ആഫ്രിക്കയിലായിരുന്നു, 2 ആഴ്ച ഞാൻ അന്റാർട്ടിക്കയിലായിരുന്നു. ഈ പുള്ളി ഈ കാവടിയെല്ലാം കയറി കിടന്ന ജനം മനസാന്തരപ്പെടുവോ? കായല്ല ഇവിടെ വിഷയം, വചനം. കേട്ടില്ല? വചനം. ഞാൻ കഴിഞ്ഞ മാസം എവിടെയാന്ന് അറിയേണ്ട ആവശ്യം കുമളിക്കാർക്കില്ല. ഞാൻ എവിടെയെങ്കിലും ആട്ടെ, നീ എവിടെയെങ്കിലും ചെല്ലുക. വചനം. വീണ്ടും ജനിക്കുക. വചനം കേട്ട് പാപബോധം ഉണ്ടാകണം. എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് നന്ദി. എല്ലാരും വന്നില്ലല്ലോ. വചനത്താൽ വീണ്ടും ജനിക്കുക. ഇനി അടുത്തത് കേൾക്കണോ? അവൻ തന്റെ വചനത്തെ അയച്ചു, അവരെ സൗഖ്യമാക്കി. അപ്പൊ വചനത്തിനകത്ത് വീണ്ടും ജന്മം മാത്രമല്ല, വചനത്തിനകത്ത് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അവൻ തന്റെ വചനത്തെ അയച്ചു, അവരുടെ കുഴികളിൽ അവൻ അവരെ കയറ്റി എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ കുഴി പോയാൽ അവനെ കേട്ടാൻ ദൈവവചനത്തിന് കഴിയും. ഇനി നിങ്ങൾ എന്നെ കേൾക്കണം. നിക്കോദെമോസിനോട് പറഞ്ഞ വാക്ക ഇനി എനിക്ക് അജുവിന് വേണ്ടത്. നിക്കോദെമോസിനോട് പറഞ്ഞ വാക്ക, നിക്കോദെമോസേ നീ വീണ്ടും ജനിച്ചില്ലെന്നറിയ. നിക്കോദെമോസ് ആവുന്നോ യേശു ആവുന്നോ? നിക്കോദെമോസും കർത്താവ് ഇങ്ങനെ നിൽക്കുക. ദേവദാസനെ, നമ്മുടെ കർത്താവ് വെച്ചൊരു പ്രശ്നമുണ്ട്. എന്നാണെന്നറിയോ? ആൽഫ ഒമേഗ, ആദി അന്തം, തുടക്കം ഒടുക്കം. മരത്തിന്റെ മേളിരിക്കുന്ന സക്കായിയുടെ പേര് വിളിക്കും, മരത്തിന്റെ കീഴിലിരിക്കുന്ന നഥനയേലിന്റെ അഡ്രസ്സ് പറയും, ഗലീലക്കടലിന്റെ അടിയിൽ കൂടെ ഊടിയിട്ട് പോകുന്ന മീൻ്റെ വയറ്റിൽ കിടക്കുന്ന പൈസ കരയ്ക്ക് നിന്ന് എണ്ണും, സ്തോത്രം പറഞ്ഞ് സ്തോത്രാഴ്ച മുക്കി അനന്യാസിനെ പോക്കും. ഒന്ന് ആരാധിക്കാൻ തോന്നുന്നില്ലേ? യോഗം കഴിഞ്ഞിട്ട് ആരാധിച്ചാൽ മതി. ഇത്ര കണ്ണാണ് കർത്താവിന് കൊടുത്തതെന്നറിയോ? ഇത് ഇങ്ങനെ അജുനത് ഇങ്ങനെ കർത്താവ് കൈ കൊടുത്താൽ ഈ ദൈവ മനുഷ്യന്റെ തുടക്കവും ഒടുക്കവും കർത്താവ് കാണും. വായിലിരിക്കുന്നത് ഉള്ളിലിരിക്കുന്നതും കാണും, ചിന്തയ്ക്കകത്തൂടെ മിന്നുന്നത് കാണും. ആ കൃപ നമുക്ക് കിട്ടാതിരിക്കട്ടെ. ഒരുമാതിരിപ്പെട്ട ഒരുത്തനും കൈ കൊടുക്കാൻ പറ്റുകയില്ല. നമ്മൾ നല്ലതാന്നോർത്ത് കൈ കൊടുത്തല്ലേ ഈ പോകുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കർത്താവ് ഒരാളെ തൊട്ടാലുള്ള പ്രത്യേകത എന്നാണെന്നറിയോ? അവന്റെ തുടക്കവും ഒടുക്കവും കാണും. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ പറ, നിക്കോദിമോസിന്റെ കണ്ണിലോട്ട് കർത്താവ് നോക്കുമ്പോൾ കർത്താവിന് കാണാം യേശുവിന്റെ ക്രൂശിൽ നിന്ന് ഡെഡ് ബോഡി ഇറക്കാനുള്ളവനായി ഇവൻ. കമോൺ കമോൺ കമോൺ. യേശുവിന്റെ ക്രൂശിൽ നിന്ന് ഡെഡ് ബോഡി ഇറക്കാനുള്ളവനായി ഇവൻ. എനിക്കത് പറയാൻ ഒത്തിരി നേരം വേണം. ദേവരാജൻ പാസ് ഇവിടെ കിടന്ന് കണ്ണുമിഴിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞേനത് മൊത്തം. ഹല്ലേലൂയ. യേശുവിന്റെ ബോഡി ക്രൂശ് നിറക്കാനുള്ളവനായി ഇവൻ. ആര്? നിക്കോദിമോസ്. ക്രൂശ് പേർഷ്യൻ സംസ്കാരമായി. നിങ്ങൾ കേൾക്കുന്നത് കേട്ടോണം. ക്രൂശ് പേർഷ്യൻ സംസ്കാരമാണ്. യേശുവിനെ കൊല്ലാൻ ഉണ്ടാക്കിയതല്ല. യേശുവിന് മുമ്പും ക്രൂശുണ്ട്, യേശു കഴിഞ്ഞിട്ടും ക്രൂശുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ക്രൂശ് എന്നല്ല, യേശുവിന്റെ ക്രൂശിലല്ലാതെ എല്ലാ ക്രൂശിലും അല്ല. നീ ഇവിടുന്ന് ഒരു കവുങ്ങ് വെട്ടി ക്രൂശ് ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, യേശുവിന്റെ ക്രൂശ് അല്ലാതെ. നിക്കോദിമോസ് യേശുവിനെ ക്രൂശിൽ നിറക്കാനുള്ളവനാ. ഞാനത് 2 മിനിറ്റ് പറയാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രസംഗിക്കാം. ശ്രദ്ധിച്ച് കേട്ടോണേ. ആമേൻ. ഈ ഒരു കെട്ടിടം ഉണ്ടാക്കിയ മേളിലോട്ട് കയറാൻ ലിഫ്റ്റ് ഉണ്ട്.
ലിഫ്റ്റ് ഉണ്ട്. സെമിത്തേരി, ഇപ്പോഴത്തെ സെമിത്തേരി 5 നില 8 നില 10 നിലയൊക്കെയാണ്. അപ്പൊ ബോഡി മേളിലോട്ട് കയറ്റാനുള്ള സിസ്റ്റം ഉണ്ട്. കാര്യം ഒരു ക്രെയിനിലോട്ട് കയറ്റി വെച്ച് ഒരു തുടലെ പിടിച്ച് വലിച്ചാൽ ഈ 80 കിലോ ഉള്ള ഷൂക്ക് എന്ന് പറഞ്ഞ് മേളിൽ ചെല്ലും. പിന്നെ ഇങ്ങനെ ഒന്ന് തള്ളിയാൽ മതി, ATM കാർഡ് ഇരിക്കുന്നല്ലോ അവിടെ ഇരുന്നോളൂ. കാകളം തുണിച്ചാൽ പോലും പിന്നെ അവിടെ നിന്ന് അനങ്ങിയല്ല. അതാ എൻ്റെ പരിപാടി. പിന്നെ അതങ്ങ് പൊക്കോളും. പിന്നെ ഈ 3.5 കിലോയുടെ കൈമുക്കി അല്ലേലിയ പറയാൻ മേലാത്തവരെയൊക്കെ ചത്തു കഴിഞ്ഞാൽ തുടലെ പിടിച്ചോ ഒറ്റവലി ഷൂക്കെന്ന് പറഞ്ഞ് സാധനം മുകളിലോട്ട് പോകും. അപ്പം ഈ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഒരാശുപത്രി ചെല്ല്, CT സ്കാൻ എക്യുപ്മെന്റ് ഉണ്ട്, ഒരാൾക്ക് കിടക്കാൻ എക്യുപ്മെന്റ് ഉണ്ട്, രോഗിയുടെ നടു പൊക്കി വെക്കാൻ ഒരു സാധനത്തെ പിടിച്ച് ഇങ്ങനെ തിരിച്ചാൽ മുതുകി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഈ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇവിടെ യോഗം പിടിക്കാൻ തേടിരിക്കുന്ന ഇവര് ആമേൻ ഈ സാധനങ്ങളുണ്ട്. കണ്ടില്ലേ പീരങ്കിപ്പട പോലെ നിൽക്കുന്നത് കണ്ടോ? ഈ സാധനം എക്യുപ്മെന്റ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും വായിക്ക്, ക്രൂശ് ഇറക്കാനായിട്ട് ഒരു ഉപകരണം ഇല്ല. ക്രൂശ് ഇറക്കാൻ ഒരു ഉപകരണമില്ല. കാര്യം എന്നറിയോ പാസ്റ്ററെ? ക്രൂശ് ആരെ ഇറക്കാറില്ല. ഒരു തരം ക്രൂശ് തറച്ചാൽ അത് പട്ടണത്തിന്റെ പുറത്താ, അവര് തിരിച്ചു പോരും. ആ ആളവിടെ കിടന്ന് അഴുകി അസ്ഥി ഒഴുകി താഴെ വരും. പക്ഷെ യേശുവിനെ തറച്ചപ്പോ പിതാവ് പറഞ്ഞു, ഈവനെ ദ്രവത്വം കാൺമാ. ഇന്ന് രാത്രി കുമളിയുടെ നടുക്ക് ദൈവാത്മാവിനെ പ്രവചനം പറയുകയാ, നീ അഴുകാൻ വേണ്ടി പിശാച് ആണി തറച്ചാൽ വാഗ്ദത്തമുള്ള നിന്നെ ആണി ഊരി തറയിലെത്തിക്കാൻ എന്റെ ദൈവം ശക്തനാ. ഈ 1-ാമത്തെ ദിവസം പിശാച് അടിച്ച ആണി സ്വർഗ്ഗ ഊരുകയാ. ചില കുടുംബങ്ങളെ നശിപ്പിക്കാൻ, തലമുറകളുടെ വിദ്യാഭ്യാസം തകർക്കാൻ, ചില കുടുംബ ജീവിതം തകർക്കാൻ പിശാച് അടിച്ചയാണ് സ്വർഗ്ഗ ഊരുകയാ. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഞാൻ 28 വർഷം പ്രസംഗിച്ചതിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ക്രൂശാ. ഏറ്റവും കൂടുതൽ വായിച്ചത് ക്രൂശീകരണമാണ്. ഏറ്റവും കൂടുതൽ പഠിച്ചത് ക്രൂശാണ്. ആമേ. അതുകൊണ്ട് ക്രൂശിന് എനിക്ക് അറിയാവുന്നൊരു ചിന്തയില്ല, അതിൻ്റെ ഒരു സൈഡിൽ പോലും എത്തിയില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ക്രൂശ് ഒരു വലിയ വലിയ വേൾഡാണ്. യേശുവിൻ്റെ ശരീരം ക്രൂശിലോട്ട് തൂക്കി. യേശു 8 മാസം ആഹാരം കഴിക്കാതെ മൂക്കിക്കൂടെ മറ്റേ എൻഷുർ കലക്കി കൊടുത്ത് കിടന്നയാളല്ല. ആരോഗ്യ ദൃഢഗാത്രൻ. രാത്രി മുഴുവൻ പ്രാർത്ഥനയും പകല് മുഴുവൻ മീറ്റിങ്ങും. നമ്മൾ 1.5 മണിക്കൂർ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കണ്ടാൽ ആമേ കുമളിയിൽ നിന്ന് കാള ഇറങ്ങുന്ന പോലെ വായിക്കൂടെ പത വരും. ഉൽക്ക തല വീണാലും സ്വത്രം പറയാത്ത ആളുകളാ. എങ്ങനെ പത വരാതിരിക്കും ഭായി? യേശുവിന് പ്രത്യേകം എന്നറിയാം. യേശുവിന്റെ മീറ്റിംഗ് വെളുപ്പിനെ തുടങ്ങും, രാത്രി വരെ നീളും. രാത്രി മുഴുവൻ പ്രയർ. ഇങ്ങനെ 3 ദിവസം ജീവിക്കാമെങ്കിൽ നമ്മൾ സെമിത്തേരി ചെല്ലും. യേശുവിൻ്റെ അസ്ഥിയുടെ പവർ എന്നാ, യേശുവിൻ്റെ ആരോഗ്യം എന്നാ, നിങ്ങൾ ഓർത്തു നോക്കിക്കേ. ആമേ ഇളകുന്ന കടലിൽ ആമേ ഉലയുന്ന വള്ളത്തിന്റെ ഉടമസ്ഥന്റെ കാല് തെറ്റുന്നു, എന്നിട്ട് യേശു എഴുന്നേറ്റെന്ന വാക്യം എന്ന് പറഞ്ഞാൽ ഒരു മീൻപിടുത്തക്കാരന് വള്ളത്തെ നിൽക്കാൻ മേലാത്ത കൊടുങ്കാറ്റത്തും വള്ളത്തെ നിൽക്കാൻ കരുത്തുള്ളവനായ എൻ്റെ യേശു. എന്നാ റേഞ്ചാന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ശരീരം ക്രൂശ തറച്ച് കിടക്കുക. ഒരു മന്ത്രി നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു പ്രമാണിയും കൂടെ ക്രൂശിന്റെ അടിച്ചെന്നേച്ച് ഈ ക്രൂശ് താഴെ ഇറക്കണം. ഈ ക്രൂശിനോടൊരു ദൂതുണ്ട്, അസ്ഥി ഒടിയാൻ പാടില്ല. ഒറ്റ അസ്ഥി ഒടിയരുത്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങൾ എന്നെ ഒന്ന് കേട്ട, നിങ്ങൾ ആരും ചിരിക്കണ്ട. ഞാനൊരു കാര്യത്തിന് വേണ്ടി പ്ലീസ്, ഞാനിതൊക്കെ എല്ലാ സ്ഥലത്തും കാണിക്കുന്ന, അങ്ങനെയെങ്കിലും നിലയ്ക്കകത്തൊന്ന് കയറട്ടെന്ന് ഓർത്തിട്ട്. ക്രൂശിൽ എങ്ങനെയോ നിക്കോദിമോസ് വലിഞ്ഞു കയറി. അജു എങ്ങനെയാന്ന് എനിക്കറിയില്ല. റിയലി ഐ കാൺട്ട് എക്സ്പ്ലെയിൻ. എനിക്കറിയില്ല എങ്ങനെയോ. ഒരു കയ്യിലെ ആണി ഒരു തോളയിലിട്ടു, മറ്റേ കയ്യിലെ കെട്ടിപ്പിടിച്ചു. ആണി ഒരുത്തെ ഇങ്ങനെ തോളയിലിട്ടിച്ചു. യേശുവിൻ്റെ ബോഡി, ജീവനുള്ള ബോഡി, ശരീരമല്ല, ഡെഡ് ബോഡി. ശവപ്പെട്ടി എടുത്തിട്ടുള്ളവരുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ കനം കൂടും. ഈ ബോഡി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ക്രൂശ് നിറക്കുമ്പോൾ നിക്കോദിമോസിന്റെ ചെവിയിൽ സ്വർഗം പറഞ്ഞു, വിടരുത്, അവന്റെ അസ്ഥി ഓടിയാൻ പാടില്ലാത്തതാ. ദൈവരാജ്യത്തിന്റെ ഭാരം മുഴുവൻ നിക്കോദിമോസിന്റെ തോളെ നിൽക്കുക. ഇന്ന് രാത്രി ചിലത് ചുമക്കാൻ ദൈവം വിളിച്ചവർ ഇതിനകത്തുണ്ട്. എന്നെ നിന്ന കേട്ടാലും ഇട്ടേച്ചു പോകരുത്, എന്നെ വേദനിക്കേണ്ടി വന്നാലും ഇട്ടേച്ചു പോകരുത്. ഈ നട്ടല് പൊട്ടി ഈ ശരീരം അസ്ഥി ഒടിയാതെ താഴെ ഇറക്കി വെക്കുന്ന കാഴ്ച കണ്ടിട്ട് നിക്കോദിമോസിന്റെ കണ്ണി നോക്കി യേശു പറയുക, എന്റെ ബോഡി ചുമന്നാലും സ്വർഗത്തിൽ കയറണമെങ്കിൽ വീണ്ടും ജനിക്കണം.
Come on. പപ്പയും മമ്മയും പെന്തിക്കോസിലാന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ കച്ചകെട്ടിയിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ കുഞ്ഞേ നീ കൈവിട്ടു പോകും. കൈവിട്ടു പോകും. കുമളിയോട് ഞാൻ പറയുന്നു, പ്ലീസ് മാനസാന്തരപ്പെടുക. ഉദ്ദേശിക്ക് 10 വാഴക്കൊല കൊടുത്താൽ നിനക്ക് കയറാൻ പറ്റിയ സ്ഥലമല്ല കുഞ്ഞെ സ്വർഗം. അതൊക്കെ ആരാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ? പിടിയരി കൊടുത്താൽ നിന്നെ കയറ്റുകയില്ല. ഒരിക്കൽ കർത്താവ് പറഞ്ഞു കേട്ടോ, കൊർന്നല്യോസേ നിന്റെ ധർമ്മം ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഞാനൊരു മർമ്മം പറയാം, നീ വരികയില്ല. ധർമ്മം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ നീ ഇവിടെ വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസാന്തരപ്പെടുക. ഇനി എനിക്ക് സമയമില്ല, എനിക്ക് അധികം പ്രസംഗത്തോട് വലിയ താല്പര്യമില്ല. ഇനി ഞാൻ ക്രൂശിനെ കുറിച്ച് പറയാം. 2-ാം അധ്യായത്തിൽ വരാം. വിശദീകരണ ഭയം എന്നെ അലട്ടുന്നുണ്ട്. കാര്യം യെരൂശലേം ദേവാലയം എന്നൊക്കെ പറഞ്ഞ വർണ്ണനാതീതമാണ്. 4 കുന്നിന്റെ മുകളിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന യഹൂദന്റെ സ്വയാഹങ്കാരമായ ദൈവാലയം. ദേവാലയത്തിന് 3 ഭാഗങ്ങൾ: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഞാൻ തല ഉലുക്കോട് ഇവിടെ വന്നു. ഉപകരണങ്ങൾ 7: യാഗപീഠം, താമ്രത്തൊട്ടി, കാഴ്ചയപ്പത്തിന്റെ മേശ, ഇടങ്ങഴി മാവ് വെച്ച് 6 വെച്ച് 12 അപ്പം 2 അടുക്ക്, 114 റാത്തൽ തൂക്കമുള്ള നിലവിളക്ക്, പുഷ്പങ്ങളും പുഷ്പപുടങ്ങളുമായി അടിപ്പ് പണിയായി ഉണ്ടാക്കിയ നിലവിളക്കിൽ 7 കവരങ്ങൾ നിന്ന് കത്തും. വെട്ടം കൊണ്ട് മേശപ്പുറത്തിരിക്കുന്ന ഈ അപ്പത്തെ ലോകം കാണും. സഭയിൽ ആരാധന നടന്നില്ലെങ്കിൽ യേശുവിനെ ലോകം കാണുകയില്ല. കുത്തിത്തിരിപ്പും തിരിച്ചുമറിവും കുശുമും കുന്നായ്മയും വഴക്കും പിണക്കും നിർത്ത്. കത്ത് ആത്മാവിൽ. അഭിഷേകത്തിൽ ഒരു തലമുറ കത്ത്. എന്തിന് കസേര, എന്തിന് സെക്രട്ടറി സ്ഥാനം, എന്തിന് പദവി, എന്നാ ഖജാൻജി, എന്നാ ട്രസ്റ്റി? ആരാധിക്കാൻ പഠിക്ക. പരിശുദ്ധാത്മാവിന് വില കൊടുക്ക. ഞാൻ നിങ്ങളോട് പറയാ, ഏതു സഭയാണെങ്കിലും ആത്മാവിന് സ്വാധീനമില്ലെങ്കിൽ അധിക നാള് കാണുകയില്ല. ആത്മാവില്ലാത്ത ഒരു ഉപദേശി അധിക നാള് സ്റ്റേജെ കാണുകയില്ല. ആത്മാവില്ലാത്ത സഭ അധിക നാള് കാണുകയില്ല. അതുകൊണ്ട് എഫേസോസിൽ ചെന്ന് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചോ. പണ്ട് കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കൂത്തിരിപ്പ് യോഗമായിട്ട് മാറി. 6:15 വരുന്നു, 9:15 വരെ ഇവിടെ ഇരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ പ്രസംഗിക്കുന്നവന്റെ കാർച്ച കൂടുമ്പം പഴയ മാരുതി 800ന്റെ വൈപ്പർ അടിക്കുന്ന പോലെ 2 ടാറ്റ. എന്നിട്ട് ടാറ്റയുടെ അർത്ഥം എന്നറിയോ? ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോണോന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഞങ്ങളുടെ സഭയിൽ പറയുന്ന കാര്യമുണ്ട്. കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചില്ല, പിന്നെ കൈയും കാലും കൂടെ ഒരുമിച്ചിട്ട് അടിക്കേണ്ടി വരും. ആണ് ഇപ്പൊ പേടിച്ച് കൈയടി. മുമ്പോട്ട് പോവുക. യെരൂശലേം ദേവാലയത്തിൽ ആരാധന നടക്കുക. യേശു ഒരു ആലയത്തിൽ പോകുന്നുണ്ട്. ഹെരോദാവ് പണിത ആലയം. ഇനി ഒരു 5-10 മിനിറ്റ്, ഞാനൊരു 9-5 വരെ എടുത്താൽ കുഴപ്പമില്ലല്ലോ. പോക്കോട്ടെന്നെങ്ങാനും കാണിച്ചാൽ എന്നെ പിടിച്ചാൽ കിട്ടുകയല്ല. ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ എങ്ങാനും കാണിച്ചാൽ പിന്നെ തീർന്നു കച്ചവടം. എനിക്കാണെ കോവിഡിന്റെ 2 വർഷത്തെ പ്രസംഗം മുഴുവൻ തൊണ്ടയ്ക്കകത്തിരിക്കുക. അത് ഫ്രിഡ്ജിനകത്തിരുന്നിരുന്ന ഒരു പരുവായി. അത് എവിടെ കൊണ്ട് ചാടിക്കാൻ തുറന്നിരിക്കുക ഞാൻ അന്നേരം. ഹല്ലേലൂയ, കര ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഇരിക്കുന്ന 2 പേർക്ക് ഡിസ്ട്രിക്ട് പാസ്റ്റർമാരെക്കാൾ കൂടുതൽ പ്രസംഗം അറിയാം. ഇവരിത് പിടിച്ച് ഇവരുടെ ഊപ്പാട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മൂലഭാഷ അറിയാം, ഗ്രീക്ക് അറിയാം, ഹീബ്രു അറിയാം, എല്ലാം അറിയാം. ശ്രദ്ധിച്ചു കേട്ടോണേ. യെരൂശലേം ദേവാലയം ഈ ഹെരോദാവ് പണിത ദൈവാലയത്തിലോട്ടാണ് യേശു കയറി ചെല്ലുന്നത്. ആർഭാടങ്ങളുടെ ആകത്തുക. ലോക ചരിത്രത്തിൽ ഇത്രയും പണം മുടക്കി പണിതൊരു ആരാധനാലയമില്ല. 4 കുന്നിന്റെ മുകളിൽ ഇങ്ങനെ ആകാശത്തെ മുട്ടി നിൽക്കുക.
പുരോഹിതൻ എന്തൊരഴകാന്നറിയോ, 7 കൂട്ടം വസ്ത്രങ്ങൾ, ഉള്ളങ്കി നീളങ്കി മാതളപ്പഴം മണി അരക്കെട്ട് നടുക്കെട്ട് നീലനൂല് ധൂമ്രനൂല് പിരിച്ച് പഞ്ഞിനൂല് വെള്ളനൂല്, 7 വസ്ത്രങ്ങൾ ഉടുത്ത് അരങ്ങ് തകർത്ത ഒരൊറ്റ നിപ്പ. ഒരു പാർശ്വത്തിൽ 12 ഗോത്രങ്ങളുടെ പേര്, രൂബേൻ ശിമയോൻ ലേവി യഹൂദ ഇസ്സാഖാർ സെബൂലൂൻ നഫ്താലി ഗാദ് ആശേർ യോസേഫ്. ഇങ്ങനെ 10 കൽപ്പന, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഒന്നിനെ ആരാധിക്കരുത്, വേറെ ഒന്നിനെ ആരാധിക്കരുത്, എന്നെ മാത്രമേ ആരാധിക്കുക, അപ്പനെ അമ്മനെ ബഹുമാനിക്കുക, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി. ഇങ്ങനെ പുരോഹിതൻ ഇങ്ങനെ ആർഭാടത്തിന്റെ ആകത്തുകയായി നിൽക്കുന്നു. ഇനി പറയാം, പാട്ടുകാര് 4600 പേര്, കോർഗുമില്ല, യമഹായും ഇല്ല, മറ്റേ ഒന്നുമില്ല, റോളണ്ട് അല്ലേ, റോളണ്ടും ഇല്ല, ഒന്നുമില്ല, തബലയില്ല, അടിയ കിടന്നടിക്കുന്നല്ലേ, പെരുത്ത് കയറുമല്ലേ, ഒരാൾ കോലെ കിടന്നടിക്കുന്നു, ഇപ്പുറത്തോട്ട് ഒരുത്തന്നെ ഞെക്കുന്നു, കാര്യം ഞാൻ അടിച്ചിട്ട് ശരിയാകുന്നില്ല, നീ കൂടെ വരാൻ, അടിയോടടി. പിന്നെ ബേസ് ഗിറ്റാറും ലീഡും കൂടെ ഉണ്ട്, ഒരുത്തൻ ഈ ചെറിയ കമ്പിയെ തൂങ്ങുന്നു, ഒരുത്തൻ വലിയ കമ്പിയെ തൂങ്ങുന്നു. യെരൂശലേം ദേവാലയത്തിൽ 4600 പേര് പാടുന്നു, ഒരു സിസ്റ്റം ഇല്ല, നല്ല സിസ്റ്റമാണ് കേട്ടോ. ആ സിസ്റ്റം വെച്ചിരിക്കുന്നവരെ ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്ക് നല്ല സിസ്റ്റം കാണുമ്പോൾ എനിക്കങ്ങ് സ്നേഹം വരും. എൻ്റെ കാര്യം എന്നറിയോ, ചിലയിടത്ത് നിന്ന് മൈക്കിനകത്തൂടെ ഹലോ എന്ന് വെച്ചാൽ ബോക്സിനകത്തൂടെ അളിയോ എന്നാണ് കേൾക്കുന്നത്. ഇവിടെ നല്ല മൈക്കുണ്ട്, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് അവരെ സഹായിക്കട്ടെ. അവരെ ഒന്ന് സ്തോത്രം ചെയ്തേ, സ്തോത്രം. കാര്യം എന്നറിയോ, ഈ അവർ ആ ഇരിക്കുന്ന അച്ഛനല്ലേ, അതെ, ആ അച്ഛൻ്റെ ഫ്രണ്ട് അബ്രഹാമിൻ്റെ സന്തതി പോലെയാ ബട്ടൺ ഇരിക്കുന്നത്. ഇന്നത്തെ എവിടെയെങ്കിലും തിരികെ മാറിപ്പോയാൽ യേശു ദൈവമാണേ എന്ന് പറയുമ്പോൾ മൈക്കിൽ കൂടെ ആ പ്രസംഗത്തിന്റെ അർത്ഥം തന്നെ മാറിപ്പോ. അവർക്ക് കർത്താവ് കൃപ കൊടുക്കട്ടെ. ഹല്ലേലൂയ. പാട്ട് അതുപോലെ അങ്ങ് എത്തട്ടെ ജനത്തിന്റെ മേൽ. ആമേൻ. സന്തോഷത്തോടെ രാമേൻ പറഞ്ഞാട്ടെ. യെരൂശലേം ദേവാലയത്തിൽ 4600 പേര് ആരാധനക്കാർ. ഇനി കേൾക്കണോ, 14700 പേര് പുരോഹിതന്മാര് ടേണിൽ നിൽക്കുക, ശുശ്രൂഷയ്ക്ക് അവസരം കാത്ത്. പ്രാകാരം 4, പുരോഹിത പ്രാകാരം, യഹൂദന്മാരിലെ ആണുങ്ങളുടെ പ്രാകാരം, യഹൂദ സ്ത്രീകളുടെ പ്രാകാരം, ജാതികളുടെ പ്രാകാരം. 1.5-2 ലക്ഷം പേര് കയറിക്കിടക്കുക യെരൂശലേം ദേവാലയം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പ്രാകാരം വലിയ ഏറിയ. എന്നെ കേട്ടെ മോനെ, എനിക്കൊന്ന് ഫിംഗർ തന്നെ, ഓളിയൻ താത്ത് എന്നെ കൂടെ നിന്നാൽ മതി, ഇപ്പൊ തീരുകയോ കേട്ടോ. ആമേൻ. യെരൂശലേം ദേവാലയത്തിൽ ഇങ്ങനെ ഭയങ്കര ജനക്കൂട്ടം കിടക്കുക. നമ്മുടെ കുമ്പനാട് കൺവെൻഷന് വരുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ. മുളക്കുഴ കൺവെൻഷന്, AGയുടെ പുനലൂർ കൺവെൻഷനും, ആമേൻ, ന്യൂ ഇന്ത്യയുടെ തമ്പിച്ചാൻ്റെ കോട്ടയത്തെ കൺവെൻഷനും, അതുപോലെ ഈ ചർച്ചകോടിന്റെ റീജിയൻ കൺവെൻഷനും ഒക്കെ വരുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾക്കറിയാമല്ലോ. യെരൂശലേം ദേവാലയത്തിൽ ലക്ഷങ്ങൾ കയറി നിൽക്കുകയാ. ഓരോ മിനിറ്റിൽ മൃഗങ്ങളുടെ കഴുത്ത് വെട്ടുന്നു, ഒരാൾ വെട്ടി പടവല മരിയുന്ന പോലെ വെട്ടി മാറ്റുന്നു, തോലിരിക്കുന്നു, മാംസം വെള്ളത്തിൽ കുലുക്കി കഴുകുന്നു, മാംസം നുറുക്കിയെടുത്ത് യാഗപീഠത്തിൽ വെക്കുന്നു, കത്തുന്നു. ആ തീയ് മാംസത്തെ കത്തി അമർത്തുമ്പോൾ ചാരം കോരിക്കൊണ്ടു പോകുന്നു. അവിടെ യെരൂശലേം ദേവാലയ സുഗന്ധങ്ങളുടെ പട്ടണമാ. മൃഗങ്ങളുടെ ചാണകവും മൂത്രവും അതിന്റെ ദുർഗന്ധവും രൂക്ഷഗന്ധവും അവിടെ ഇല്ല. അവിടെ സുഗന്ധം വെട്ടിത്തെറി. അത്ര ക്ലീനിങ് സിസ്റ്റം. യെരൂശലേം ദേവാലയം എന്ന് പറഞ്ഞ ഒരു പ്രകമ്പനമാണ്. സുമാത്രയിൽ ഉണ്ടായ ഭൂകമ്പത്തെക്കാൾ പ്രകമ്പനമാണ് യെരൂശലേം ദേവാലയം. നമുക്ക് സമാനതകളില്ല, വേറെ ഒന്നിനോട് അതിനെ തുലനപ്പെടുത്താൻ പറ്റില്ല. ലോക ചരിത്രം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ആരാധനയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന യെരൂശലേം ദേവാലയം. ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു കർത്താവ് യെരൂശലേം ദേവാലയത്തിലോട്ട് ചെല്ലുക. അജു എന്നെ ഒന്ന് നോക്കിക്കേ. 1.5 ലക്ഷം പേര് നിൽക്കുന്നതിന്റെ ഇടയ്ക്കോട്ട് അജു കയറി നിന്നാൽ എന്നെ അറിയാൻ ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിനകത്തോട്ട് യേശു കർത്താവ് കയറി ചെല്ലുമ്പോൾ നിൽക്കുന്നത് വലിയ കൂട്ടം ആളുകളാ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഇനി അതിനകത്ത് ലിസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. യേശു യെരൂശലേം ദേവാലയത്തിലോട്ട് ചെല്ലുമ്പോൾ വലിയ ആൾക്കൂട്ടം അതിനകത്തുണ്ട്. എനിക്ക് കറക്റ്റ് കണക്കറിയത്തില്ല, 1.5 ലക്ഷമെന്നും 2.5 ലക്ഷമെന്നും ഒക്കെ പറയുന്ന കണക്കുണ്ട്. ഇത് ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ ഇത് തെറ്റാന്ന് പറഞ്ഞ് ഒരുത്തൻ രാത്രി ഫോൺ വിളിക്കാതിരിക്കാനായി കറക്റ്റ് കണക്ക് പറയാത്തത്. ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുകയാണ്. അതിനകത്ത് കണ്ട കാഴ്ച, 400 പേര് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. 400 പേര് സെക്യൂരിറ്റിക്കാരാ. അതിനകത്ത് 300 സോൾജിയേഴ്സും 100 യെരൂശലേം ദേവാലയത്തിന്റെ സെക്യൂരിറ്റിക്കാരും. അങ്ങനെ 400 പേരാ. അവരുടെ കയ്യിൽ ഇന്നത്തെ കാലത്താണ് തോക്ക് കാണും. അന്ന് അവരുടെ കയ്യിൽ എന്തായിരുന്നെന്ന് എനിക്കറിയില്ല. 400 പേര് പട്ടാളക്കാരാ. 300 പേര് പട്ടാളക്കാരും 100 പേര് സെക്യൂരിറ്റിക്കാരും. 400 പേര് നിൽക്കുന്നു. ലക്ഷത്തിലധികം ആളുകൾ നിൽക്കുന്നു. ഇനി അതിനകത്ത് 3000 ടേബിളിൽ മണി എക്സ്ചേഞ്ച് നടക്കുന്നു. ബിസിനസ്. അതാ പാസ്റ്റർ വായിച്ചത്, കർത്താവിനെ വായിച്ചത്. പൊൻവാണിഭം. ലോകം കണ്ട ഏറ്റവും വലിയ ബിസിനസ് ഇൻസൈഡ് ദ ചർച്ച്. സഭയ്ക്കകത്ത് ഇപ്പൊ ബിസിനസ് നടക്കുകയാണ്.
വലിയ ബിസിനസ്. എന്താ അവിടുത്തെ ബിസിനസ്? റോമൻ നാണയത്തിന്റെ സൈഡിൽ കൈസറിന്റെ പടമുണ്ട്. യഹൂദൻ ആ പൈസ എടുക്കത്തില്ല. ആ പണം മേടിച്ചിട്ട് യഹൂദ നാണയം കൊടുത്താലേ ആടിനെ കിട്ടുകയുള്ളൂ, കാളെ കിട്ടുകയുള്ളൂ, പ്രാവിനെ കിട്ടുകയുള്ളൂ. അന്ന് അവർ യഹൂദ നാണയത്തിന് 10 ഇരട്ടി വില കൂട്ടി. അങ്ങനെ അവർ കോടീശ്വരന്മാരാകുക. അതിനെയാണ് അവിടെ പൊൻവാണിഭം എന്ന് എഴുതിയിരിക്കുന്നത്. 3000 ഡെസ്കിൽ മണി എക്സ്ചേഞ്ച് നടക്കുന്നു. യെരൂശലേം ദേവാലയം ഒരു ഭാഗത്ത് ആരാധന, മറുഭാഗത്ത് ആർഭാടം, ഒരു ഭാഗത്ത് കട്ട ബിസിനസ്. യേശു എന്നെ നടുക്കോട്ട് കയറി ചെന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കലണ്ടറിൽ യേശുവാന്ന് പറഞ്ഞ് വരച്ചിരിക്കുന്ന പടത്തിന്റെ പുറകിൽ ഒരു വലിയ വെട്ടം കാണുന്നുണ്ട്. പക്ഷേ യെരൂശലേമിൽ യേശുവിന്റെ തലയുടെ പുറകിൽ മണ്ണെണ്ണ വിളക്ക് പോലും ഇല്ലായിരുന്നു. സാധാരണ മനുഷ്യൻ. യേശു അകത്തോട്ട് ചെന്നു. യെരൂശലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ ദൂതിലേക്ക് വരികയാണ്. അവൻ താഴെ കിടന്നൊരു കയർ യേശു എടുത്തു. ആരോ യാഗം കഴിക്കാൻ കൊണ്ടുവന്ന കയറ്, ഫ്രഗലിയോൻ, ചാട്ട ഉണ്ടാക്കി. എന്നിട്ട് ഈ 1.5 ലക്ഷം പേര് നിൽക്കുന്ന, ഈ 100 10,000 മൃഗം നിൽക്കുന്ന, 400 പട്ടാളക്കാർ നിൽക്കുന്ന, 15,000 പുരോഹിതന്മാർ നിൽക്കുന്ന, 4,600 പാട്ടുകാർ നിൽക്കുന്ന, യാഗപീഠത്തിൽ അഗ്നി ആകാശത്തെ വിഴുങ്ങുന്ന, യോഗം നടക്കുന്ന, ആരാധന നടക്കുന്ന യെരൂശലേം ദേവാലയത്തിൽ ഇങ്ങനെ യേശു കയറെടുത്ത് ഒരൊറ്റ ചുടറ്റാണ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒന്ന് കറക്കി വെച്ച് യേശുവിന്റെ വായിന്ന് ഒരൊറ്റ ആക്രോശമാ. പണ്ട് കല്ലറയുടെ വാതിൽക്കെന്ന് ലാസറെന്ന് വിളിച്ചില്ലേ, അതേ തൊണ്ടയിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ അതേ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം വരികയാ, ഇത് എന്റെ പിതാവിന്റെ ആലയമാ. ഞാൻ ദൈവമക്കളോട് പറയാ, എഴുതി വെച്ചോ, മനുഷ്യന്റെ എല്ലാ കളിയും അവസാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകയാ. നിങ്ങൾ ചരിത്രം വായിക്ക്. 1.5 ലക്ഷം പേര് പ്രാണനും കൊണ്ടോടി, 400 പേര് തോക്കും കൊണ്ടോടി, 3000 ഡെസ്ക് യേശു മറിച്ചിട്ടു. യേശു ഒറ്റയ്ക്ക്. ആരോട് പറയാനാ? ആരോട് പറയാനാ? യേശു ഒറ്റയ്ക്ക്. ഒരുത്തനെ എതിർത്തില്ല. പാസ് വായിച്ചിട്ടുണ്ടോ? ഒരാളെ യേശുവിനെ എതിർത്തില്ല. ഇന്ന് രാത്രി കുമളിയോട് ഞാൻ ദൂത് പറയാം. എന്റെ യേശു അരമുറുക്കി ഇറങ്ങിയാൽ എതിരെ നിൽക്കാൻ ഒരുത്തനും പറ്റുകയില്ല. കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചു. ഇനി ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രാവിനെ പറപ്പിച്ചു, 3000 ഡെസ്ക് മറിച്ചിട്ടു. എന്നെ കാണാവോ? യേശു ദേവാലയത്തിൽ ചെന്നപ്പോ ഓരോ ഡെസ്കിന്റെ ചോട്ടിലും മൃഗങ്ങളെ കെട്ടിയിട്ടുണ്ട്. വില പറയും. വില കൊടുത്താൽ മൃഗത്തെ അഴിച്ച് കൈത്തരും. കൈ തന്നാൽ കൊണ്ട് യാഗം കഴിക്കാം, തിരിച്ചു പോകാം. ഞാനൊരു മൃഗമാ എന്ന് ചിന്തിച്ചോളൂ. ഞാനിങ്ങനെ യജമാന്റെ മേശയുടെ ചോട്ടി നിൽക്കുക. എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചകൾ ഞാൻ പറയാം. എനിക്ക് മുമ്പേ ഒരു മൃഗത്തെ അഴിച്ചു, അതിൻ്റെ കഴുത്ത് വെട്ടി. അതിനു മുമ്പേ ഒരു മൃഗത്തെ അഴിച്ചു, അതിൻ്റെ തോലുരിച്ചു. അതിനു മുമ്പേ ഒരു മൃഗത്തെ അഴിച്ചു, അതിൻ്റെ മാംസം തുറക്കി. അതിനു മുമ്പേ ഒരു മൃഗത്തെ അഴിച്ചു, അതിനെ തീക്കകത്ത് വെച്ച് കത്തിച്ചു. അതിനു മുമ്പേ ഒരു മൃഗത്തെ അഴിച്ചു, അതിൻ്റെ ചാരം കോരി. ഇതെല്ലാം ഈ മൃഗം കണ്ടുകൊണ്ട് നിൽക്കുക. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എന്നെ മേടിക്കാൻ ഒരുത്തൻ ഇപ്പം വരും, എൻ്റെ പൈസ അവൻ ഇവർക്ക് കൊടുക്കും, എന്നിട്ട് എന്നെ ഇവിടുന്ന് അഴിക്കും, എന്നിട്ട് എന്നെ അവൻ കൊണ്ടുപോകും. എൻ്റെ സ്വപ്നങ്ങളെല്ലാം തീരും, എൻ്റെ കാഴ്ചകളെല്ലാം ക്ലാവ് പിടിക്കും, എൻ്റെ കഴുത്തെ കൂടെ ഒരു കത്തി കയറും, എൻ്റെ തോലുരിക്കും. ആ മൃഗത്തോട് തന്നെ പറഞ്ഞു, യെരൂശലേം ദേവാലയത്തിൽ കയറിയ ഒരു മൃഗവും ജീവനോടെ പുറത്തു പോയിട്ടില്ല. കേറിയിട്ടുണ്ടോ? മുറിച്ചിട്ടുണ്ട്. കേറിയിട്ടുണ്ടോ? മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കേറിയിട്ടുണ്ടോ? കഴുത്ത് വെട്ടിയിട്ടുണ്ട്. കേറിയിട്ടുണ്ടോ? ചത്തിട്ടുണ്ട്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എനിക്കിനി ജീവിതമില്ല, എനിക്കിനി ലൈഫില്ല. ഒന്ന് എഴുന്നേറ്റേ ദൈവമക്കൾ, ആരും പോവല്ലേ. Now I am going to pray just a minute.
എന്നെ ഒന്ന് നോക്കിയേ, ശ്രദ്ധ കളയരുതേ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പൊ ഒരുത്തം വന്ന് എന്നെ അഴിക്കും, എന്റെ കഴുത്ത് വെട്ടും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് എന്റെ കയറത്ത് ഇങ്ങനെ അങ്ങ് പിടിച്ചു. ഒരു മരണമണി എന്റെ ചെവിക്കകത്ത് ഞാൻ കേട്ടു. എനിക്കിനി ജീവിതമില്ല. നിറകണ്ണുകളോടെ ആ കയറെ പിടിച്ചു എന്റെ ബോധത്തോട്ട് നോക്കി പറഞ്ഞു, പോ പോ, മരിക്കാൻ പോ, കഴുത്ത് വെട്ടുന്നിടത്തോട്ട് പോകാം. പക്ഷെ ആ കയറെ പിടിച്ചത് യേശുവായിരുന്നു. യേശു എന്റെ മുഖത്തോട്ട് നോക്കിച്ച് പറഞ്ഞു, കൊല്ലാനല്ല, അഴിച്ചുവിടാൻ ആ കയറെ പിടിച്ചത്. ന്യായപ്രമാണം കയറെ പിടിച്ചതെല്ലാം കൊല്ലാനാ. പക്ഷെ ഇന്ന് രാത്രി കൺവെൻഷനിൽ മരണത്തിനായി വിധിക്കപ്പെട്ട ചിലതിനെ സ്വർഗം അഴിച്ചുവിടുകയാ. Now you are free. ഇതല്ലേ സുവിശേഷം? നീ മരിക്കണം, പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു മരിക്കണ്ട, ഗോ ഔട്ട്. ഇനി നിങ്ങൾ എന്നെ ഒന്ന് കേട്ടോണേ, ഇതുകൂടെ പറയുമ്പം യോഗം കഴിയും. എടോ, തന്നെ ഞാൻ ഉപദ്രവിക്കുന്നത് ക്ഷമിക്കണേ. അജുനെ അഴിച്ചു, സുഭാഷ് കുമരത്തെ അഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് യെരൂശലേം ദേവാലയത്തിന്റെ പുറത്തേക്ക് വന്നപ്പം അജു എന്നോട് പറയാ, സുഭാഷ് പാസ്റ്ററെ, അവൻ നമ്മളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കഴുത്തു പോയേനെ. ഈ പെന്തിക്കോസുകാരനെ ആരാധിക്കുന്നതിന്റെ കാര്യം എന്നാന്നറിയോ? അവൻ നമ്മളെ കണ്ടില്ലായിരുന്നെങ്കിൽ കഴുത്തു പോയേനെ. അന്നേരം ഞാൻ അജുവിനോട് പറഞ്ഞു, അതെ, അവൻ നമ്മളെ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ തോലിപ്പോ ഉരിഞ്ഞേനെ. നമ്മളെ കണ്ടില്ലായിരുന്നെങ്കിൽ നാം ഇപ്പൊ തകർന്നേനെ. ഞങ്ങൾ രണ്ടുകൂടെ ദേവാലയത്തിന്റെ എക്സിറ്റ് ഡോറിന്റെ അവിടെ വന്നപ്പം ഞാനും അജും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുത്തു. നന്ദി കെട്ടവരായിട്ട് പോകരുത്, നമ്മളെ അഴിച്ചവനെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ. ഈ തിരിഞ്ഞു നോട്ടത്തിന്റെ പേരാടു ആരാധന. ശ്രദ്ധിച്ചേ, ഇതൂടെ കേട്ടിച്ച് ഞാൻ നിർത്താം. ഞാനും അജു പാസ്റ്ററും കൂടെ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ച എന്നാന്നറിയോ? ദേവദാസന്മാരെ, ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞവൻ ഈ യാഗപീഠത്തിലോട്ട് കയറുന്നു. ഞങ്ങൾ എന്താ ഇത്? ആ യാഗപീഠത്തിൽ ആ കത്തിയുടെ മുമ്പിൽ നമ്മൻ പറഞ്ഞു, പുറത്തു പോ, കേറരുത്. ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഞങ്ങളെ അഴിച്ചു വിട്ടിട്ട് നീ? അവനെന്ന് അവിടെ നിന്ന് പറഞ്ഞ വാക്കാ, ഇനി ഒരാളെ മുറിക്കാതിരിക്കാൻ അവസാനമായ ഒരു യാഗം നടക്കാൻ പോകുകയാ. ആ യാഗമാണ് കാൽവറി കണ്ടത്. ക്രൂശിന്മേ കാണുന്ന ഇന്ന് രാത്രി കേൾക്കാതെ പോകരുത്. രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? ഇന്ന് സ്നാനപ്പെടാത്ത മക്കളുണ്ടോ? ഇതിനകത്ത് ഇന്ന് വിശുദ്ധി പാലിക്കാത്തവരുണ്ടോ? ഇന്ന് ആത്മനിറവ് പ്രാപിക്കാത്തവരുണ്ടോ? ഇന്ന് ക്രൂശിനെ അവഗണിക്കരുത്. ഒന്ന് കണ്ണുകളടച്ച് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്. രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങളുണ്ടോ ഇതിനകത്ത്? ഞാൻ ആരുടെ കൈപൊക്കിച്ച് എണ്ണ എടുക്കാനൊന്നും വന്നതല്ല. എനിക്ക് അതിനോട്ട് നേരമില്ല. രക്ഷ നടക്കേണ്ടത് വിരലിന്റെ അറ്റത്തല്ല, ഹൃദയത്തിലാണ്. യേശുവിനോട് പറയപ്പ, ഞാനൊരു പാപിയപ്പ, ക്രൂശെ കടന്നത് എനിക്ക് വേണ്ടി, അത് ഞാൻ അറിയാം. എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് രക്ഷിക്കപ്പെടണം. പാപം വേണ്ട, മദ്യപാനം വേണ്ട, കഞ്ചാവ് വേണ്ട, വെറുക്കൂത്ത് വേണ്ട, ലോകമോഹം വേണ്ട, പാപരാഹിത്യങ്ങൾ വേണ്ട. ഞങ്ങൾക്ക് അങ്ങേ വേണം, ഞങ്ങൾക്ക് അങ്ങേ വേണം.
തീരുമാനിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കർത്താവിനോട് റബ്ബേ ഞാൻ നിന്റെതാ, നിന്റെ കൂടെയായി. നീ ഒരു 2